മനസ്സിലാക്കുമ്പോൾ അവർ നമ്മുടെ ശത്രുക്കളാകും. അത് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ കുരുത്തി മാറിപ്പോകാനും ഒക്കെ. അപ്പൊ നന്നായി പഠിക്കൂ സഹോദര, ചർച്ചകൾ കേൾക്കൂ. ഇവിടെ പലപ്പോഴും നല്ല നല്ല ചർച്ചകൾ, നല്ല നല്ല ക്ലാസ്സുകൾ നടത്താറുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇവിടെ ഉണ്ടാവും. നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ ഇക്വിപ്പ് എന്ന് പറഞ്ഞ സഹോദരനുണ്ട്. വളരെ നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ എടുക്കുന്ന സഹോദരനാണ്. ഓക്കെ, ഞാൻ പോയിട്ട് ഇത്തിരി പണി ചെയ്തിട്ട് കേട്ടോണ്ടിരിക്കാം. സിസ്റ്റർ ഇപ്പൊ നേരത്തെ സക്കീർ നായിക്കിന്റെ യേശു. ഹലോ, അനുപത്രേ, ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ അനുപത്രനോട്. ഈ ഇവര് വാക്കിൽ കൊടുക്കാൻ വരുന്നതാണ്, പക്ഷെ നമ്മളെന്നാലും ബൈബിളിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? അതായത് ഈ യേശു താൻ ദൈവമാണെന്നും എന്നെ ആരാധിക്കണമെന്നുള്ള ഒരു വാക്യം കാണിച്ചു തരാമെന്നാണ് ഇവരുടെ ചോദ്യം. അങ്ങനെ അവര് പറയുന്ന പോലെ വേണമെങ്കിൽ യേശു ബൈബിൾ എഴുതണം. അങ്ങനെയാണെങ്കിൽ ശരിയാണ്, അവർ ചോദ്യം ശരിയാണെങ്കിൽ. ശരിയല്ലേ? അതിന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞില്ലേ, നീ ആരെന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നു. അതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഈഗോ എമി എന്നാണല്ലോ. അതെ, കറക്റ്റ് ആയിട്ടുണ്ട്. ദൈവം മോശയെടുത്ത് പറയുമ്പോൾ ചോദിക്കുന്നു, പേര് ചോദിക്കുമ്പോൾ പറയുന്നില്ലേ ഞാനാകുന്നു. അതേ ടേം തന്നെയാണല്ലോ കർത്താവും പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ആ കൂട്ടത്തിൽ തന്നെ ഇത് കൃത്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 13:13-14, അതായത് 13-ാം അധ്യായം അതിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ കൃത്യമായിട്ട് യേശു പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ശരിയാണ്, ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. ശരിയല്ലേ? ദൈവമാണെന്നല്ലേ പറയുന്നേ? പോയിന്റ് കൃത്യം. ഇനി ബൈബിളിലേക്ക് നോക്കിയാൽ നിരവധി സ്ഥലങ്ങളിൽ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെന്നും അത് പിശാച് സാക്ഷ്യപ്പെടുന്നുണ്ട്, ദൈവം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, പ്രവാചകന്മാര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇല്ലേ? ഇനി ക്രിസ്തുവിനെ ആരാധിച്ച എത്രയോ ഈ ലോക ചരിത്രത്തിൽ ശിശുവായിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോയി അതിബുദ്ധിമാന്മാരായ ജ്ഞാനികൾ പോയി ആരാധിക്കുന്ന ഒരു സംഭവം ബൈബിളിൽ കിടപ്പുണ്ട്. ഇല്ലേ? അതെ. അപ്പൊ ഈ ആരാധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എത്ര പേര് ശിഷ്യന്മാരെ ആരാധിച്ചു. അതുപോലെ തന്നെ എത്രയോ പേര് വന്ന് കർത്താവേ എന്നാണ് വിളിക്കുന്നത്. അവിടെ വന്നിട്ട് വിളിക്കുന്നത് യേശുവിനെ കർത്താവേ എന്നാണ്. വിളിക്കുന്നു. അപ്പൊ ഇത് കർത്താവെന്ന് അന്നത്തെ ആൾക്കാർ പൊട്ടന്മാരെ പറ്റുവാണോ കർത്താവെന്ന് വിളിക്കുന്നത്? അത് നമ്മുടെ മലയാളത്തിലെ ഭാഷയിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു, പിന്നെ ഇത് കർത്താവാണ്, ദൈവപുത്രനാണ്, മിശിഹയാണ്. യേശു തന്നെ വെളിപ്പെടുത്തി അല്ലെ, എത്രയോ തവണ വെളിപ്പെടുത്തി ഞാനാണ് മിശിഹ, അല്ലേ? അപ്പൊ ഇതിന് തെളിവുകൾ നിരന്തരം ബൈബിളിലുണ്ട്. അപ്പം ബൈബിള് വായിച്ച് നമ്മള് പിന്നെ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാം പിന്നാലെ വന്നോളും. പഠിക്കാൻ ആഗ്രഹിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചോളും. ഓക്കെ പത്ര പ്രൈസിലൂടെ എക്കുപത്ര എന്താ പറയാൻ വരുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ. നോ പ്രോബ്ലം. ആക്ച്വലി നേരത്തെ ആർട്ടി എന്ന് പറഞ്ഞൊരു ബ്രദർ വന്നായിരുന്നു. അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനായിരുന്നു. സോ നമുക്ക് ഇവരോടും കൂടി ഒന്ന് സംസാരിക്കണം. ആഡം ബ്രദറിനോടും കൂടി ഒന്ന് സംസാരിക്കാം. അനു, ഡെഫിനറ്റ്ലി താങ്കളെ വെൽക്കം ചെയ്യുന്നു. ക്ലബ് ഹൗസിൽ താങ്കൾ പുതിയതാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് വെൽക്കം. നന്നായി പഠിക്കാനും അതുപോലെ തന്നെ പഠിപ്പിക്കാനും താങ്കളുടെ ആഗ്രഹത്തെ ദൈവം മാനിക്കട്ടെ. സ്ട്രോങ് ആയിട്ട് താങ്കള് അനേകർക്ക് ആശ്വാസവും ബലവും അനേകർക്ക് മാർഗത്തിലേക്ക് വരാനുള്ള ഒരു ഇൻസ്ട്രുമെന്റുമായി മാറട്ടെ. പഠിക്കാം. നമുക്ക് എനിക്ക് ആൻസർ ഇതുകൊണ്ട് ചോദിച്ചാൽ, ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചാൽ, ഈ സൽമാൻ റുഷ്ദിയുടെ ഒരു ബുക്ക് ഉണ്ടല്ലോ, മറ്റേ സൈറ്റാനിക് വേഴ്സസ്, അത് പഠിച്ചാൽ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ഇതിന് യൂസ്ഫുൾ ആവോ? അത് ഇന്ത്യയിൽ കിട്ടില്ല, അവൈലബിൾ അല്ല അത് ഇന്ത്യയിൽ. അതൊരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ്, അത് ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് എന്നല്ല അത്. അങ്ങനെ താങ്കൾക്ക് പഠിക്കാനുള്ള താല്പര്യത്തിലാണ് വായിക്കുന്നതെങ്കിൽ താങ്കൾ വായിക്കേണ്ട പുസ്തകം സീക്കിംഗ് അല്ല ഫൈൻഡിങ് ജീസസ് എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അത് വളരെ എഡ്യൂക്കേറ്റീവ് ആണ്. അത് അവൈലബിൾ ആണോ ബ്രദർ ഇന്ത്യയിൽ? ഇന്ത്യയില് ഓൺലൈനിൽ അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്. നല്ല പുസ്തകം. ഐ മീൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള. മറ്റതും ഇൻഫോർമേറ്റീവ് അല്ലെന്നല്ല, ഡെഫിനറ്റ്ലി ഇൻഫോർമേറ്റീവ് ആണ്. പക്ഷെ ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം ആയിരുന്ന ഒരു വ്യക്തി ക്രിസ്ത്യാനി ആയതിനു ശേഷം രണ്ടും കൂടെ കമ്പയർ ചെയ്തുള്ള ഒരു ഒരു വിവരണമാണ് കാണാൻ പറ്റുന്നത്. അതിന് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ജസ്റ്റ് ഒരല്പസമയം ആഡമിനെ ഒന്ന് എന്റർടൈൻ ചെയ്തിട്ട് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു അത് ആക്ച്വലി വിഷയം. ആഡം ഫ്രീ ആണോ? യെസ്, അതെ അതെ അതെ. ഓക്കെ, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ഞാൻ ഏകദേശം 1 മണിക്കൂർ മുമ്പ് കയറിയതാ. കയറിയപ്പോഴത്തേക്ക് കുറെ അശ്ലീല കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് ഞാൻ വോളിയം മ്യൂട്ട് ചെയ്ത് ഞാൻ എന്റെ മറ്റു പ്രവൃത്തികളിൽ കിടന്നതാ. റിക്വസ്റ്റ് എല്ലാം വരുവാന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പൊ റിക്വസ്റ്റ് കിടന്നു കയറിയതാ. ഞാനൊന്നും കേട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സൈലന്റ് ആക്കിയിട്ട് ഞാൻ എന്റെ കാര്യങ്ങളിൽ പോയി. ഇപ്പൊ ഒരു ഇൻവൈറ്റ് കിടന്നത് കൊണ്ട് കയറിയതാണ്. ഓക്കെ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ബേസിക്കലി ഞങ്ങള് ഒരു കാര്യവും ഞങ്ങൾ ഈ പറയുന്നതിൽ താങ്കൾ വിശ്വസിക്കൂ. ഒരു കാര്യവും താങ്കളുടെ പുസ്തകത്തിൽ എഴുതാത്തതായിട്ട് പറയാറില്ല. താങ്കളോട് സംസാരിക്കുമ്പോൾ റെഫറൻസ് വെച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എനിവേ, അത് വിട്. ഇനിയിപ്പോ എനിക്ക് അറിയത്തില്ല ഏത് സാഹചര്യങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും യുനോ ഇച്ചിരി പെരുപ്പിച്ച് പറഞ്ഞ പോലെ വല്ലതും പറഞ്ഞത് തന്നെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വല്ലതും ഞങ്ങൾ പറഞ്ഞു എന്നാണോ പറയുന്നത്, അതൊക്കെ വിട്. അതൊന്നും കുഴപ്പമില്ല. പൊതുവേ ഈ റൂമിന്റെ ഒരു കൺസെപ്റ്റ് ഇതാണ്: നിങ്ങളുടെ പുസ്തകങ്ങളിലോ സ്ക്രിപ്ചറുകളിലോ ഇല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയത്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു 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 തീരുമാനം. ആ വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സോ ആരെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പുസ്തകത്തിലുള്ള എഴുതിയത് വായിച്ചത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളുടെ പുസ്തകം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് രണ്ടാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ആർട്ടിയും ഒരു മുസ്ലിം സഹോദരനാണെന്ന് ഞാൻ മനസ്സിലാക്കും, അല്ലേ ആർട്ടി? കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച ആ സഹോദരൻ തന്നെയല്ലേ ആർട്ടി? ഓക്കെ, എനിവേ, ആർട്ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആഡം താങ്കളോട് ചോദിക്കട്ടെ. അതായത് ഇപ്പൊ ആർട്ടിയും യതി മുസ്ലിം സഹോദരനാണെങ്കിൽ, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആണെന്ന് തോന്നുന്നു, ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഈ കാര്യങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചാലോ. പൊതുവെ നിങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ, ഇപ്പൊ ആഡം കഴിഞ്ഞ ദിവസം പറഞ്ഞത് താങ്കൾ ഒരു സ്റ്റുഡന്റ് ആണെന്നല്ലേ പറഞ്ഞേ? കോളേജിൽ പഠിക്കുകയാണെന്നല്ലേ പറഞ്ഞേ? പഠിപ്പിക്കുകയാണെന്നല്ലല്ലോ പറഞ്ഞേ? പഠിക്കുകയാണെന്നല്ലേ പറഞ്ഞേ? അതെ അതെ അതെ. ഓക്കെ, താങ്കൾ ഒരു സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞു. എനിവേ, ഈ ഒരു ചില വർഷങ്ങൾക്കൊക്കെ മുമ്പ് മുസ്ലിങ്ങള് ക്രൈസ്തവരുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു: നിങ്ങളുടെ ബൈബിള് തിരുത്തപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും ഡെഫിനറ്റ്ലി കേട്ട് കാണും. നിങ്ങളും അത് പലരോടും പറഞ്ഞിട്ടുണ്ടാവും. ബ്രദറെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു കേട്ടോ പ്ലീസ്. RT എന്ന് പറയുന്ന ഐഡിയയിൽ 2 പേര് വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് നിസു ആണ് വരുന്നത്. ഒന്ന് വന്നിട്ട് ഈ രണ്ടുപേരും ഇതാണ്. RT അതായത് ഫസ്റ്റ് നമ്മുടെ റൂമിനകത്ത് RT നല്ല രീതിയിൽ സംസാരിച്ചിട്ട് പോയി. അടുത്ത ദിവസം കുറച്ച് ദിവസത്തിന് ആളിനെ കാണാനില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതേ ഐഡിയയിൽ നിസു ആണ് സംസാരിച്ചത്. അതിനുശേഷമാണ് നമ്മൾ RT നമ്മുടെ ഡൗട്ടോടെ ഇതാകുന്നത്. അതുകൊണ്ട് ഒന്ന് കൺഫേം ചെയ്തുതരാം പ്ലീസ്. ഓ, ഓക്കെ. ആറൊന്ന് മൈക്ക് എടുക്കാവോ? ആറെ, കഴിഞ്ഞ ദിവസം വന്ന RT തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വേറൊരു ബ്രദർ യൂഷ്വലി വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ബ്രദറാണ് നിസു എന്ന് പറഞ്ഞത്. അദ്ദേഹം നിങ്ങളുടെ ഐഡിയയിൽ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ചോദിക്കുന്നത്, ഇത് നിസു ആണോ RT ആണോ എന്ന് അറിയാനായിട്ട്. ആറൊന്ന് മൈക്ക് എടുക്കാവോ? RT ഒന്ന് മൈക്ക് എടുക്കാവോ? ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ തൽക്കാലം താഴേക്ക് ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ചിലപ്പോൾ ഫ്രീ ആയിരിക്കത്തില്ല. മൈക്ക് എടുക്കാനോ അതല്ലെങ്കിൽ സംസാരിക്കാനോ ചിലപ്പോൾ ഫ്രീ ആയിരിക്കത്തില്ല. ജെന്യുവിൻ ആയിട്ടുള്ള RT ആണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഫ്രീ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാവുമായിരിക്കും. അദ്ദേഹം ഫ്രീ ആകുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ എടുക്കുകയും സംസാരിക്കുകയും ചെയ്യാം. ജെന്യുവിൻ ആയിട്ടുള്ള RT ആണെങ്കിൽ താങ്കളെ താഴെ ആക്കിയതില് അതിന്റെ കാരണം ഇതാണ് ബ്രദറെ. നമുക്ക് താങ്കൾക്ക് പിന്നീട് ഒരു അവസരത്തിൽ ഡെഫിനറ്റ്ലി കയറി വരാം. എനിവേ, ആഡമിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, താങ്കളും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ബൈബിള് കറപ്റ്റഡ് ആണെന്നും അത് കൈകടത്തപ്പെട്ടതാണെന്നൊക്കെ താങ്കൾ കേട്ടിട്ടുണ്ട്. അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാ ഒരു പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയാലും മതി. ഞാൻ അതല്ലേ പറഞ്ഞത്, ആ ഒരു പ്രശ്നത്തിന്റെ, അതായത് ജീസസിന്റെ ക്രൂസിഫിക്കേഷൻ ഭാഗം വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്.
ഓക്കെ, അതെന്താണ് താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുന്നത്? ആ ക്രൂസിഫിക്ഷന്റെ കാര്യത്തിൽ എന്താണ് താങ്കൾ ചിന്തിക്കുന്നത്? ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ക്രൂസിഫിക്കേഷൻ സമയത്ത് ജീസസിന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ കുരിശിലേറ്റുകയും ജീസസിനെ മുകളിലേക്ക് ഉയർത്തപ്പെടുകയും ലോകാവസാന ദിവസം ജീസസ് ഭൂമിയിൽ വരുന്ന ദിവസമാണ് അന്ത്യനാളെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവിടെ പക്ഷെ ഓക്കെ. യോഹന്നാനിലും മത്തായിലും ഒക്കെ വരുമ്പോഴത്തേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നതും കല്ലറ തുറന്നതായിട്ടും ഒക്കെയുള്ള പിന്നെ വിരലിൽ തൊട്ട് ബോധ്യം വരുന്ന കഥകളും ഒക്കെ സംഭവങ്ങളും ഒക്കെ ബൈബിളിലുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ നമ്മളിപ്പോ തൽക്കാലം ഖുറാനിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. കാരണം വെച്ചാൽ ബൈബിളിൽ എന്താണോ ഉള്ളതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും ഞാൻ ഈ വിഷയത്തിൽ തന്നെ തൽക്കാലം താങ്കൾ ഒരു ഉദാഹരണമായിട്ട് ക്രൂസിഫിക്ഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഖുറാനില് പറയുന്ന കാര്യങ്ങൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഈ ഈസയുടെ സ്ഥാനത്ത് വേറെ ഒരാളാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് ഖുറാനിൽ പറയുന്നുണ്ടോ? ഖുർആനിലാണോ ഹദീസുകളിലാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞത് ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും. അതിനകത്ത് അങ്ങനത്തെ രൂപസാദൃശ്യമുള്ളവരായിട്ട് റോമൻ പടയാളികൾക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം അവിടെ നടന്നു. ഓക്കെ, അവർക്ക് അതിനെ അവർ തെറ്റിദ്ധരിച്ചു എന്നുള്ള വിധത്തില് ഒരു ഭാഗം വരുന്നുണ്ട്. അവർക്ക് അങ്ങനെ തോന്നി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട്. അതിനെയാണ് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ താങ്കളുടെ കയ്യിൽ ഇപ്പൊ ഖുറാൻ ഉണ്ടോ? നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ? ഇല്ല, ഖുർആനിൽ ഓക്കെ, ഖുറാൻ ഇല്ല. ഞാൻ താങ്കൾക്ക് വേണ്ടി ഖുറാൻ വായിച്ചാൽ താങ്കൾ അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ. മലയാളം ഉണ്ട്, വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ പറഞ്ഞോ. ഖുറാൻ എടുത്തോളൂ, പറ്റുവാണെങ്കിൽ. അല്ല, അത് ഞാൻ ടോപ്പ് ഫ്ലോറിലാണ്, താഴെ പോയി എടുക്കണം. വീട്ടിന് മുകളിലത്തെ നിലയിലാണ്. ഹലോ, പറഞ്ഞോ, കുഴപ്പമില്ല, സാറ് പറഞ്ഞോ. ഓക്കെ 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 ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ഇടയ്ക്ക് ഒരു ഫോൺ വന്നായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി മിസ്സായി പോയി. എനിവേ, ഓക്കെ, അപ്പൊ ഈ താങ്കൾ പറഞ്ഞേ ഈ ഈസയുടെ കാര്യം പറഞ്ഞത് എവിടാന്ന് ഞാൻ പറയാം. ഇപ്പൊ 4-ാമത്തെ സൂറയില് അതിന്റെ 157 ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഖുറാനിൽ കൂടെ തന്നെ നോക്കാം എന്താണ് ഈസയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന്. പൊതുവെ നിങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ചിരിക്കാൻ സാധ്യതയുള്ള, പ്രാഥമികമായിട്ട് പഠിപ്പിച്ചിരിക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരിക്കും. 4-ന്റെ 157 താങ്കൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളൂ, അതല്ലെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി വായിക്കാം. ഓക്കെ, 4:157 ഞാൻ അതൊന്ന് വായിക്കാവേ. ഓക്കെ, 157 അത് ഇങ്ങനെയാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസീ ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷെ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ്. ഇതാണ് താങ്കൾ ആദ്യം പറഞ്ഞ ആ ഒരു ഈസയുടെ സ്ഥാനത്ത് വേറൊരാളെയാണ് അള്ളാഹു ക്രൂശിക്കാൻ അനുവദിച്ചത് എന്നുള്ള അർത്ഥത്തിൽ താങ്കൾ പഠിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഭാഗമായിരിക്കണം. പക്ഷെ അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ബ്രാക്കറ്റിൽ ഈസയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു. ഊഹാപോഹത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. ഉറപ്പായി അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഖുറാനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈസയെ യഹൂദർ കൊന്നു എന്നുള്ള വാദം യഹൂദർക്കുണ്ട്. ശരിയല്ലേ ബ്രദറെ? യഹൂദന്മാർ എന്താണ് വാദിക്കുന്നത്? ഈസയെ കൊന്നു എന്ന്. ഓക്കെ, അതെ, അതെ. ഈസയെ കൊന്നു എന്ന് യഹൂദന്മാർ വാദിക്കുന്നത് കൊണ്ട് അവർ ശപിക്കപ്പെട്ടവർ ആണ് എന്നാണ് ഖുറാൻ പറയുന്നത്. 1. 2, ഇവിടെ പറയുന്നത് എന്നാൽ ഈസ നമ്പർ ഒന്ന് പറയാമോ സാറേ? അധ്യായം 4-ന്റെ 157. 4-ന്റെ 157. 157. ഞാൻ എന്റെ കയ്യിലിരുന്ന് 2-3 ഉണ്ട്, അതിൽ ഒരെണ്ണം എടുത്തു. എടുത്തോളൂ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു പോട്ടെ. എന്റെ കയ്യിലിരിക്കുന്ന DC ബുക്സിന്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത്, ഞാൻ വായിക്കട്ടോ? വായിച്ചോ. അവരുടെ സത്യനിഷേധം കാരണമായും മറിയമിന്റെ പേരിൽ അവർ പെരുങ്കള്ളം കെട്ടിച്ചമച്ചതുകൊണ്ടും മറിയമിന്റെ പുത്രനും ദൈവപുത്രനുമായ ഈസാ മിശിഹിനെ
ഞങ്ങൾ വധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് നിമിത്തവും യഥാർത്ഥത്തിൽ അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായമുള്ളവർ അതിനെക്കുറിച്ച് സംശയത്തിലാണിരിക്കുന്നത്. ഊഹത്തെ പിൻപറ്റുകയല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. നിസ്സംശയം അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെയാണ് റൈറ്റ്. അതിനകത്ത് എഴുതിയത്. അത് തന്നെ അത് തന്നെയാണ് ആ ഭാഗം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഊഹം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, അവർ ഊഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്താണ് അവരുടെ ഊഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസയെ അവർ കൊന്നു എന്നുള്ളത്. ഇനി നമ്മൾ ഇത് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, ഈ ഒരു ഭാഗം ഞാൻ ഒരു ഇച്ചിരി താങ്കളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് കൊണ്ട്, ഇപ്പൊ താങ്കൾ ആദ്യം പറഞ്ഞു ബൈബിള് കൈകടത്തപ്പെട്ടു അല്ലെങ്കിൽ തിരുത്തപ്പെട്ടതാണ് എന്ന് മറ്റുള്ള മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ താങ്കൾ വിശ്വസിക്കുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. എക്സെപ്റ്റ് ഈ ഒരു ക്രൂശിലെ ഈസയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളിൽ താങ്കൾക്ക് സംശയമുണ്ട്. അല്ലാതെ മറ്റ് അല്ല, അത് താങ്കൾക്ക് സാറേ അങ്ങനെ തോന്നാൻ കാരണം എന്ന് പറഞ്ഞത്, ഈ ഖുർആനിൽ എവിടെ പറയുന്നുണ്ട് ഈ വേദഗ്രന്ഥം, ഈ ബൈബിൾ, അന്ന് ഇഞ്ചിയില് അത് കൊണ്ടുവരുമ്പോ പ്രവാചകൻ അതിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് ഈ ഉണ്ട് ബ്രദറെ, ഹദീസുകളിൽ എവിടെ ഉണ്ട്. ഉണ്ട്. അപ്പോഴ് അന്നത്തെ ബൈബിളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ലേ? ഞാൻ പറയാം. ഖുറാൻ താങ്കൾ പറയുന്നത് ഹദീസിലാണ്, ഖുറാന്റെ ആയത്തിലല്ല. ഹദീസിൽ അങ്ങനെ ഉണ്ട്. അതെ. പിന്നെ ഈ ഖുറാനിൽ പറയുന്നത് ഞാൻ പറയാം എന്താണെന്ന്. ഖുറാനിൽ പറയുന്നത് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം, അതായത് തോറയും ഇഞ്ചിയിലും, അതാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഓക്കെ, പഴയ നിയമവും പുതിയ നിയമവും അടങ്ങുന്ന പുസ്തകം. അതിനെ പറയുന്നത് ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ബുക്ക് ഓഫ് ബുക്സ് എന്നാണ് അതിന്റെ അർത്ഥം. പുസ്തകങ്ങളുടെ പുസ്തകം എന്ന് അർത്ഥം വരുന്ന വിധത്തിൽ ബിബ്ലിയോ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്. എനിവേ, ഈ പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകത്തെക്കുറിച്ച് ഖുറാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സത്യമാണെന്നും അത് സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുറാൻ ഇറങ്ങിയതെന്നും, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഈ അവതരിപ്പിക്കപ്പെട്ട, അതായത് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തെക്കുറിച്ച് മുഹമ്മദിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് വായിച്ചു വരുന്ന, ഇത് ഒരു സമയത്ത് ഇറക്കപ്പെട്ട അന്നേരം ശരിയായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ഇത് ക്രൈസ്തവരുടെ കയ്യിൽ ഉണ്ടെന്നും അത് വായിച്ചു വരുന്ന അവരോട്, വേദക്കാരോട് പോയി സംശയം ചോദിക്കാനും സംശയം തീർക്കാനും പറയുന്ന ഭാഗങ്ങളുണ്ട്. അത് വേറൊരു വിഷയമാണ്. നമുക്ക് വേണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് സംശയിക്കാം. നമ്മൾ എന്തായാലും ഒരു ടോപ്പിക് തുടങ്ങിയല്ലോ. അപ്പൊ ഈ ക്രൂശീകരണത്തെ കുറിച്ച് താങ്കളുടെ സംശയത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്യാനായിട്ട്, ഖുറാനിൽ നിന്ന് അഡ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് മുമ്പോട്ട് പോയാലോ? എന്ത് പറയുന്നു? സാർ പറഞ്ഞു നോക്കാം ഞാൻ. ഓക്കെ. അപ്പോ ഇവിടെ ഈ 4:157 നമ്മൾ കണ്ടു. അതായത് യഹൂദന്മാർക്ക് ഒരു ക്ലെയിം ഉണ്ട്. അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഈസയെ കൊന്നു. പക്ഷെ അള്ളാഹു പറയാണ്, ഓക്കെ, അവർ ഈസയെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതായിരിക്കണം മിക്കവാറും, അവിടെ ഒരു വാക്ക് പറയുന്നത് യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ് ഉണ്ടായത്. എക്സാക്ട്ലി യാഥാർത്ഥ്യം അവർക്ക് അവിടെ സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിയാതെ പോവുകയാണ് ഉണ്ടായത്. അടുത്ത വാക്ക് പറയുന്നത് അങ്ങനെ, അതുപോലെ ഒരു കൺഫ്യൂഷനാണ് അടുത്ത വാക്ക്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായമുള്ളവർ അതിനെക്കുറിച്ച് സംശയത്തിലാണ് ഇരിക്കുന്നത്. എക്സാക്ട്ലി. നമുക്ക് വരാം ബ്രദറെ, ഇതെല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഈ ഈസയെ കുറിച്ച് പറയുന്ന വേറെ ഭാഗങ്ങൾ, ഇപ്പൊ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ, ഖുറാന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. ഖുറാന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റോറിയും ഓർഡർ ആയിട്ട് ഇല്ല. ഒരു സ്റ്റോറി പോലും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്, ഇനി ഒരു അല്പമെങ്കിലും സ്റ്റോറി ഓർഡർ ആയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റോറി പോലും ഓർഡർ ആയിട്ടില്ല. എല്ലാം ഫ്രാഗ്മെന്റ്സ് ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചെതറി കിടക്കുകയാണ്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുറാൻ അവർക്ക് വായിച്ചാൽ ഒറ്റയടിക്ക് ഒന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ഞങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ച് ബൈബിളിലെ ഓരോ സ്റ്റോറിയും വളരെ ക്രമമായിട്ട് ഓർഡർ അനുസരിച്ച്, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് എഴുതപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. എനിവേ, ഞാൻ അങ്ങനെ ഒരു കമ്പാരിസണിലോട്ട് തൽക്കാലം പോകുന്നില്ല. എങ്കിലും താങ്കളുടെ അതിന്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ മത്തായി സുവിശേഷമായാലും അത് പറഞ്ഞു പോകുന്നത് യേശുവിന്റെ ജീവിത കാലഘട്ടത്തിൽ നടന്ന ഓരോരോ സംഭവങ്ങളുടെ ഇതല്ലേ സാറേ. അപ്പൊ അത് ഒരു ഓർഡർ ഉണ്ട് ഓൾറെഡി. അതെ.
അല്ല നോക്ക്, നമുക്ക് വിഷയങ്ങൾ മാറിപ്പോണ്ട. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഖുറാനും ബൈബിളും കൂടെ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ബൈബിളിൽ ഓരോ സ്റ്റോറിയും ക്രമപ്രകാരം വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് അത് ഉള്ളതെന്നും, എന്നാൽ ഖുറാനെ സാറേ സംബന്ധിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നുള്ളതും മാത്രം പറയാനേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? ഇല്ല, അത് വായിക്കാം സാറേ. ഞാൻ ഓക്കെ. ജസ്റ്റ് അതിന്റെ അതേ സാർ ഈ പറഞ്ഞ അധ്യായത്തിൽ തന്നെ 171 നോക്കുമ്പോഴേ ഞാൻ ജസ്റ്റ് ഇപ്പം ബുക്ക് എടുത്തപ്പോൾ നോക്കിയതാണ്. അതിനകത്ത് പറയുന്നത്, വേദക്കാരെ, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അമിതാവേശം കൈക്കൊള്ളരുത്. അള്ളാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തതൊന്നും ആരോപിക്കരുത്. മറിയമിന്റെ പുത്രൻ മസീഹ് ഈസ അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്. അള്ളാഹു മറിയമിന് ബോധം നൽകിയ ഉത്തരവും അവങ്കിൽ നിന്നുള്ള സന്ദേശമനുസരിച്ച് വന്നവനുമാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. ദൈവം മൂന്നെണ്ണമെന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത്, വിരമിക്കുക. അതാണ് നിങ്ങൾക്ക് ഉത്തമം. അള്ളാഹു ഏകദൈവമാണ്. സന്താനമുണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് അവൻ അത്രേ പരിശുദ്ധൻ. ആകാശഭൂമികളിലെല്ലാം അവനുള്ളതാകുന്നു. ആ ഭാഗത്ത് ഓക്കെ. വരുമ്പോ ഈ ആഡം ആ ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ കാര്യം പറയുന്നുണ്ട് സാറേ. മനസ്സിലായി ബ്രദറെ, മനസ്സിലായി. ആ, കേൾക്കൂ, ആ. നമ്മളിപ്പോ ഒരു ജസ്റ്റ് ആ വിഷയം ബുക്ക് എടുത്തപ്പോ പഠിക്കും. താഴത്തെ വാക്ക് എന്റെ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് ഞാൻ നോക്കിയതാണ്. നോ ആ പ്രോബ്ലം, ബുക്കില് നോ പ്രോബ്ലം, നോ 90-ാമത്തെ പ്രോബ്ലം. പേജില് എങ്കിലും താങ്കൾ ഒരു സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ താങ്കളോട് ഒരു കാര്യം ഇവിടെ പറയാണ്. അല്ല, നമ്മളൊരു എനിക്ക് കാര്യം ഫുൾ അറിഞ്ഞില്ല പഠിക്കുമ്പോൾ സാറേ. ഞാൻ ഇപ്പൊ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഓരോ ഈ പേജ് തന്നെ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ഞാൻ എടുത്തപ്പോഴത്തേക്ക് DC ബുക്സിന്റെ 92-ാമത്തെ പേജിന്റെ പകുതിയിലാണ് ഈ 156. ദാറ്റ്സ് ഓക്കെ 93 ബ്രദറെ. എന്ന ബുക്കിന്റെ ലാസ്റ്റ് കേൾക്കൂ, ആയിരുന്നു. ആ, കേൾക്കൂ. ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ഭാഗങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. താങ്കൾ കേൾക്കൂ. അതായത് ആ. ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അത് ഒരു ക്രമമായിട്ട് നമുക്ക് പഠിച്ചു പോകാം. എന്തായാലും താങ്കൾ ഈ ക്രൂശീകരണം, ഈസയുടെ ക്രൂശിലെ മരണത്തെ കുറിച്ചാണ് താങ്കൾക്ക് ഒരു സംശയമുള്ളത് എന്നുള്ളത് അല്ല, പറഞ്ഞതുകൊണ്ട് എനിക്ക് മാത്രം മാത്രമല്ല സാറേ, ഞങ്ങളുടെ ഈ ഇസ്ലാം നിങ്ങൾ മത പറയാൻ വിശ്വാസികൾ അനുവദിക്കുക എല്ലാവരും സഹോദര. പഠിപ്പിക്കുന്നത് അങ്ങനെയാ സാറേ. ഞങ്ങൾ ഞാൻ ഓക്കെ, മാത്രമല്ല. മനസ്സിലായി. നിങ്ങൾ പറയാൻ അനുവദിക്കണേ. നമുക്ക് ഇടയ്ക്ക് ആ, ബ്രേക്ക് ഇല്ലേ, എന്നെ കട്ട് ഓഫ് ചെയ്യില്ലേ. ശരി സാറേ. ഓക്കെ. ഈ ഭാഗത്തില് ഈസയുടെ ക്രൂശിലെ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈസയെ കുറിച്ച് എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ ആ ഭാഗങ്ങളൊക്കെ നമ്മൾക്ക് ചേർത്ത് പഠിച്ചാൽ നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈവൻ ഖുറാനിൽ നിന്ന് പോലും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, ഖുറാനിൽ ഒന്നും അതിന്റെ പൂർണ്ണതയിലില്ല. എല്ലാം ഫ്രാഗ്മെന്റ്സ് ആണ്, കഷ്ണങ്ങളാണ്, പൊട്ടിച്ചിതറി അങ്ങിങ്ങായി കിടക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് അതിൽ നിന്ന് കിട്ടത്തില്ല. എങ്കിലും ഉള്ളത് വെച്ചെങ്കിലും നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈസ ക്രൂശിൽ മരിച്ചു എന്നുള്ളതും, അല്ലെങ്കിൽ ക്രൈസ്തവർ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതിനോട് ഒട്ടും മറുതലിക്കാതെ തന്നെയാണ് മുഹമ്മദിന്റെയും വിശ്വാസം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഖുറാനിൽ കാണാനായിട്ട് പറ്റും. താങ്കൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. താങ്കൾ ഇപ്പൊ ഈ ഈസ ക്രൂശിൽ മരിച്ച വിഷയത്തിൽ ആണ് താങ്കൾക്ക് സംശയം ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ ഈ ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് പിന്നെയും ഒന്ന് പഠിച്ചാൽ മതി, കുഴപ്പമില്ല. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, 4:157. ഇനി ഇതുപോലെ തന്നെ ക്രൂശിലെ മരണത്തെ കുറിച്ച് പറയുന്ന വേറൊരു ഭാഗമുണ്ട്. അതും കൂടെ താങ്കൾ എന്തായാലും ഒന്ന് എടുത്തേ. 3-ാമത്തെ സൂറ, അതിന്റെ 55-ാമത്തെ സൂറ താങ്കൾക്കൊന്ന് എടുക്കാവോ? 3:55. അവിടെയും ഈസയുടെ മരണത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. 3:55. സാറ് വായിച്ചോ, ഞാൻ എടുക്കാം, നോക്കാം. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ആഡം ഒരു കോളേജ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് 3:55 അല്ലേ? 3:55. എടുത്തു സാറേ. അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ ചോദിക്കുന്നു. താങ്കൾ ഒരു സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷ് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ. എന്നാൽ ഞാനൊരു ഈ മദീനയിൽ നിന്ന് ഇറങ്ങിയ ഒരു ഖുറാൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ. അതിന്റെ ഒരു ഫോട്ടോ താങ്കൾക്ക് 3:55 എടുത്തിട്ട് അതിന്റെ ഒരു പിക്ചറും കൂടെ താങ്കൾക്ക് വേണ്ടി ഞാൻ എന്റെ DP-യിൽ പോസ്റ്റ് ചെയ്യുന്നു. അതും കൂടെ താങ്കൾ ഒന്ന് നോക്കണം. അങ്ങനെ നോക്കാൻ എനിക്ക് പഠിച്ചിട്ടില്ല. അല്ലല്ല, ഞാൻ പറയാം അതിലേക്ക് അതെങ്ങനെയാന്ന് ഞാൻ പറയാം. നോക്കിയാൽ എനിക്കറിയില്ല. ബ്രദറെ കുഴപ്പമില്ല, എങ്ങനെയാന്ന് ഞാൻ പറയാം, കുഴപ്പമില്ല. ഒരു മിനിറ്റ്. അല്ല സാറേ, ഇത് പറഞ്ഞു 55 അള്ളാഹു അരുളിയ സന്ദർഭം ഈസ. വായിച്ചോ. അള്ളാഹു അരുളിയ സന്ദർഭം ഈസ നിനക്ക്, എന്നിട്ട് ബ്രാക്കറ്റ്, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കി തരും. എന്റെ അടുക്കലേക്ക് നിന്നെ ഞാൻ ഉയർത്തും. സത്യനിഷേധികളുടെ ആരോപണങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ പരിശുദ്ധനാക്കി വെക്കും. മാത്രമല്ല, നിന്നെ പിൻപറ്റിയവരെ, നിന്നെ നിഷേധിച്ചവരെക്കാൾ ഉന്നത പദവിയിൽ നിർത്തും, പുനരുദ്ധാരണ നാൾ വരെ.
പിന്നീട് എന്റെ അടുക്കലേക്ക് തന്നെയാണല്ലോ നിങ്ങൾ തിരിച്ചു വരുന്നത്. നിങ്ങൾ ഭിന്നിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ അപ്പോൾ ഞാൻ വിധി കൽപ്പിച്ചു കൊള്ളാം. ഓക്കെ, മതി. സാറേ അത് ആ, പരിശുദ്ധനാക്കി കേൾക്കൂ. സൂക്ഷിക്കുമെന്നല്ലേ നമ്മൾ നോക്കാൻ പോവാണ്, അതിന്റെ ഓരോരോ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കാൻ പോവാണ്. ഇപ്പൊ ഇവിടെ 55 ആയത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാനും കൂടി ഒന്ന് വായിക്കാം, താങ്കൾ ശ്രദ്ധിച്ചോളൂ. അള്ളാഹു പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. ഹേ ഈസ, തീർച്ചയായും നിന്നെ നാം പൂർണ്ണമായി ഏറ്റെടുക്കുകയും എന്റെ അടുക്കിലേക്ക് നിന്നെ ഉയർത്തുകയും സത്യനിഷേധികളിൽ നിന്ന് നിന്നെ നാം ശുദ്ധമാക്കുകയും നിന്നെ പിന്തുടരുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും സത്യനിഷേധികളെക്കാൾ ഉന്നതന്മാരാക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയെല്ലാം പറഞ്ഞു. ഇതിനകത്ത് ആദ്യത്തെ ഭാഗം താങ്കൾ ശ്രദ്ധിക്കുക. അവിടെ അള്ളാഹു ഈസയോട് ഒരു കാര്യം പറയുന്നുണ്ട്, രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, തീർച്ചയായും നിന്നെ നാം പൂർണ്ണമായും ഏറ്റെടുക്കുകയും, ശരിയല്ലേ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്റെ അടുക്കിലേക്ക് നിന്നെ ഉയർത്തുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇനി താങ്കൾ, ഞാൻ എന്റെ ഡി പി ഒന്ന് നോക്കിയേ. എന്റെ ഡി പിയിൽ ഞാൻ നോബിൾ ഖുറാന്റെ 3:55 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാറേ നോബൽ അതിനകത്ത് ഖുറാൻ എന്ന് വെച്ചാൽ എന്തുവാണ്? അതറിയില്ല. ഈ നോബിൾ ഖുറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖുറാന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. അത് മദീനയിൽ നിന്ന് അവര് പുറത്തിറക്കിയ ഒരു ഖുറാനാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അവിടുത്തെ, അതായത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ 2 പ്രൊഫസേഴ്സും ഒരു അതിന്റെ ഡയറക്ടറും ആയിരുന്ന 2 വ്യക്തികളാണ്. ഒരാൾ ഡോക്ടർ മുഹമ്മദ് ഹിലാലിയും മറ്റത് ഡോക്ടർ മുഹമ്മദ് മുഹസിൻ ഖാനും. അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് മദീന, സൗദിയിൽ നിന്ന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആദ്യം ഒന്ന് ഫോക്കസ് ചെയ്യാം, എന്നിട്ട് ഇംഗ്ലീഷിലേക്കും കൂടെ താങ്കൾ നോക്കിക്കോളൂ. എന്നിട്ട് വേണമെങ്കിൽ താങ്കൾക്ക് അറബിയും നോക്കാം. അല്ല സാറ് ഇംഗ്ലീഷ് വായിച്ചാലും കുഴപ്പമില്ല, മനസ്സിലാവും. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ആദ്യം ഇംഗ്ലീഷ് വായിക്കാം. ആൻഡ് റിമെമ്പർ, നിങ്ങൾ എന്റെ ഡി പിയിൽ നോക്കിക്കോളൂ. ആൻഡ് റിമെമ്പർ വെൻ അല്ലാഹ് സെഡ്, ഓ ഈസ, ബ്രാക്കറ്റിൽ ജീസസ്, ഓക്കെ, ഓ ഈസ, ഐ വിൽ മേക്ക് യു സ്ലീപ് ആൻഡ് റേസ് യു ടു മൈസെൽഫ്. സോ 2 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, ഐ വിൽ മേക്ക് യു സ്ലീപ്, ഐ വിൽ മേക്ക് യു സ്ലീപ്. 2, ഐ വിൽ റേസ് യു ടു മൈസെൽഫ്. ഓക്കെ, ഇങ്ങനെ 2 പ്രക്രിയകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ മലയാളത്തില് ഈ 2 കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, നിന്നെ നാം പൂർണ്ണമായും ഏറ്റെടുക്കുകയും, 2, രണ്ടാമത്തെ കാര്യം, എന്റെ അടുക്കിലേക്ക് നിന്നെ ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളത്. അപ്പോ ഒന്നാമത്തത് പൂർണ്ണമായും ഏറ്റെടുക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലീഷിൽ നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഐ വിൽ മേക്ക് യു സ്ലീപ്, ഒന്ന്. രണ്ടാമത്, നിന്നെ ഉയർത്തുകയും, അല്ലെങ്കിൽ എന്റെ അടുക്കിലേക്ക് നിന്നെ ഉയർത്തുകയും എന്ന് പറയുന്നത് എന്താണ്? അത് ഇംഗ്ലീഷിൽ നോക്കിയാൽ താങ്കൾക്ക് കാണാൻ പറ്റും, ആൻഡ് റൈസ് യു ടു മൈസെൽഫ്. അപ്പോ ഒന്ന്, ഐ വിൽ മേക്ക് യു ടു സ്ലീപ്, 2, ഐ വിൽ റൈസ് യു ടു മൈസെൽഫ്. ഇങ്ങനെ 2 പ്രവൃത്തികളാണ് അവിടെ അള്ളാഹു ഈസയോട് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് പൂർണ്ണമായും ഏറ്റെടുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോ ഈ പൂർണ്ണമായും ഏറ്റെടുക്കുക എന്നുള്ളത് വേറെ എവിടെയൊക്കെ ഖുറാനിൽ പ്രയോഗിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ വായിക്കണം. ഇനി താങ്കൾക്ക് അറബിയും കൂടെ അറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നു, ഇല്ലേ? അറബി എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ അറബി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഖുർആനിലെ വാക്കുകൾ നോക്കി വായിക്കാനുള്ള അറബ് അറിയാം. അത് ഒരു അറബ് വായിക്കാൻ അറിയാം, അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോവാൻ പാടാം. മനസ്സിലായി, നോ പ്രോബ്ലം. എങ്കിലും ഞാൻ താങ്കൾക്ക് ഇന്ന് വായിക്കാൻ, താങ്കളുടെ അറബി ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്ക്. അത് ഇപ്രകാരമാണ്. നമ്മൾ ഒരു വാക്ക് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പൂർണ്ണമായും ഏറ്റെടുക്കുക എന്ന അറബി പ്രയോഗം ഏതാണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിതാണ് 3:55 തന്നെ. ലാഹു യ ഈസ ഇന്നി മുത്തവാഫിക വറാഫി ഉഖ് ഇലയ്യ വ മുത്തഹിറുക മീനല്ലദീന നകഫറു വ മിനന്നല്ലദീന എന്നൊക്കെയാ ഞാൻ ഇതിന്ന് 2 വാക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരിചിതമായ വാക്കുകളായി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ. എക്സാക്ട്ലി, നോ പ്രോബ്ലം. പറഞ്ഞോ സാറ് പറഞ്ഞോ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറബി അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ശ്രമിക്കും, അടുത്ത 1-2 വർഷം കൊണ്ടൊക്കെ ഞാൻ പഠിക്കുമെന്നൊരു തോന്നൽ എനിക്കുണ്ട്. എങ്കിലും നമുക്ക് നോക്കാം. അല്ല, അതിന് ചില പ്രശ്നങ്ങളുണ്ട് സാറേ. ഇത് ചില അക്ഷരങ്ങളിലെ
നമ്മൾ അല്ലല്ല, നീട്ടി വായിക്കണം, നമ്മള് കുറുക്കി വിഷയം വായിക്കണം, മാറണ്ട, അങ്ങനെയൊക്കെ. വിഷയം ആ മാറണ്ട, ആ കുഴപ്പമില്ല. ഓക്കെ. ആക്ച്വലി ആ നമുക്ക് സമയം കൂടെ വേണമല്ലോ, ഇതെല്ലാം നമ്മുടെ ജോലിയുടെ ഇടയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം വേണം. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഓക്കെ പഠിക്കാൻ പ്ലാൻ ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ എനിവേ, ആ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ശബ്ദപ്രയോഗം താങ്കൾ ശ്രദ്ധിക്കുക. ഈസ ഇന്നി മുത്തവാഫിക്. അപ്പോ ഇവിടെ ഈ ഐ വിൽ കോസ് യു ടു സ്ലീപ്പ് അല്ലെങ്കിൽ ഐ വിൽ മേക്ക് യു സ്ലീപ്പ് എന്ന് പറയുന്നതിന് അറബിയിൽ പ്രയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് മുത്തവാഫിക് എന്നുള്ള പദപ്രയോഗമാണ്. ഓക്കെ, മുത്തവാഫിക്. അതിന്റെ അർത്ഥം പൂർണ്ണമായും ഏറ്റെടുക്കുക, അള്ളാഹു നിന്നെ പൂർണ്ണമായും ഏറ്റെടുക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം മുത്തവാഫിക് എന്നാണ്. അത് താങ്കളൊന്ന് നോട്ട് ചെയ്യുക. രണ്ട്, ഉയർത്തുക, അള്ളാഹുവിലേക്ക് ഉയർത്തുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് റാഫി എന്നുള്ള പദപ്രയോഗമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇന്നി മുത്തവാഫിക വ റാഫി ഉക ഇല്ലയ്യ എന്ന് പറയുന്നത്. അതിനകത്ത് ആ റാഫി എന്നുള്ള പദപ്രയോഗമാണ് ഉയർത്തുക എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ അറബി ഞാൻ ജസ്റ്റ് ആ ശബ്ദങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അറബി അറിയാം എന്നുള്ള ഭാവേനയല്ല നിങ്ങളോട് ഇത് കാണിച്ചത്. വെറും രണ്ട് വാക്യങ്ങൾ, മനസ്സിലായി. സോറി, ശബ്ദങ്ങൾ മാത്രം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മുത്തവാഫിക് എന്നുള്ള ശബ്ദം, രണ്ട് റാഫി എന്നുള്ള ഇതുമാണ്. ഇപ്പോ മലയാളത്തില് പൊതുവെ മലയാളം വായിക്കുന്നവർക്ക് ഇത് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു സിനോണിം പോലെ, പര്യായ ശബ്ദങ്ങൾ പോലെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതായത് അള്ളാഹുവിലേക്ക് പൂർണ്ണമായി ഏറ്റെടുക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ എന്റെ അടുക്കിലേക്ക് ഉയർത്തുക എന്ന് പറയുന്ന ഈ രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ഒരേ കാര്യം തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യത കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ അറബിയിൽ ആ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിച്ചത്. അല്ല, ഇത് രണ്ടും രണ്ട് അർത്ഥം വരുന്ന രണ്ട് പദപ്രയോഗങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഒന്ന് മുത്തവാഫിക് എന്നുള്ള പദപ്രയോഗവും രണ്ട് റാഫി എന്നുള്ള പദപ്രയോഗവുമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിന് രണ്ടും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇനി നമ്മുടെ ഫോക്കസ് ഒന്നാമത്തേതിൽ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മള് ഇതുപോലെ തന്നെ ഇബിൻ കത്തീറിന്റെ ഒക്കെ തഫ്സീറുകളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല്, ഓക്കെ, ഈ 3:55 തഫ്സീറുകൾ ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇബിൻ കത്തീർ പറഞ്ഞിരിക്കുന്നത്? ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ നമുക്ക് നിങ്ങൾക്കും അല്ല, ഞാനിത് സാറിപ്പോ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന തന്നെ ക്രോസ് ചെക്ക് ചെയ്യാൻ അള്ളാഹുവിലേക്ക് പറ്റുന്ന ഉയർത്തുന്നതും ഏറ്റെടുക്കുന്നതും എന്ന് പറയുന്നതിന്റെ വ്യത്യാസം എന്തോ എന്താണ് മനസ്സിലാക്കുന്നത് സാറേ? അതാണ് ബ്രദറെ, അതാണ് ഞാൻ താങ്കളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാം. അപ്പൊ ഇത് അല്ല, ഒരു മനസ്സിലാക്കണമെങ്കിൽ സാധാരണ ആള് വിചാരിക്കുന്നത് ദൈവങ്ങളിലെ ഒരാളെ ഏറ്റെടുക്കുന്നതും അയാളിലേക്ക് ഉയർത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അരികിലേക്ക് പോകുന്നു എന്നുള്ളതല്ലേ? അതെ, ഞാൻ പറയാം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുറാനിലുള്ള ആയത്തിനെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത് എന്നുള്ളത് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ താങ്കൾക്ക് ഇത് വായിക്കുമ്പോൾ തോന്നിപ്പോകും, ഓക്കെ, ഉയർത്തുക എന്ന് പറഞ്ഞാലും അള്ളാഹു ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാലും ഇത് രണ്ടും ഒരേ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നും. അതുകൊണ്ടാണ് ബ്രദറെ ഞാൻ ഖുറാന്റെ വേറൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൂടെ എന്റെ DP ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിം സ്കോളേഴ്സിന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവരിത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടും രണ്ട് കാര്യമായിട്ടാണ്. ഓക്കെ, ഒന്നെന്താണ് മുത്തവാഫിക് എന്ന് പറയുന്നത് ഐ വിൽ മേക്ക് യു സ്ലീപ്പ്, അതാണ് മുത്തവാഫിക്. ഓക്കെ, രണ്ടാമത് ഐ വിൽ റൈസ് യു, റാഫി എന്നുള്ളത് റാഫി. ഐ വിൽ റൈസ് യു ടു മൈസെൽഫ്. ഇങ്ങനെ രണ്ട് പദപ്രയോഗങ്ങളാണ്. പക്ഷെ മലയാളത്തില് നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഓക്കെ, ഇത് രണ്ടും ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നോ ബ്രദറെ, ഇത് രണ്ടും രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു മിനിറ്റ്, ഞാന് താങ്കൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ഈ പറയുന്നതെല്ലാം DP ഇട്ട് കാണിക്കാം, പക്ഷെ അതിനു വേണ്ടി സമയം കളയുന്നില്ല. പക്ഷെ താങ്കൾക്കും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇബിൻ കത്തീർ ഇതിനെക്കുറിച്ച് ഈ 3:55 പറയുന്ന തഫ്സീർ ഞാൻ താങ്കൾക്ക് വേണ്ടി വായിക്കുന്നു. എന്താണ് ഈ മുത്തവാഫിക് അല്ലെങ്കിൽ ഈ പൂർണ്ണമായും ഏറ്റെടുക്കുക എന്നുള്ള പദപ്രയോഗത്തിന്റെ അർത്ഥം? ഈ മുത്തവാഫിക് എന്നുള്ള പദപ്രയോഗം നടത്തുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ഏറ്റെടുത്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങളിലാണ് ഇത് പറയുന്നത് എന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് എന്നാണ് ഇബിൻ കത്തീർ പറയുന്നത്. ഏതൊക്കെയാണ് രണ്ട് സാഹചര്യങ്ങൾ? ഒന്ന് നോക്കൂ, ഈ വാക്യത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ബെഞ്ച് Allah said, I will take you and raise you to myself while you are asleep. അതാണ് ഞാൻ ഈ
DP ഇട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. Allah said in a similar ayat, that is 660, okay, 6ന്റെ 60ലും ഈ മുത്തവാഫിക് എന്നുള്ള പദപ്രയോഗം വന്നിട്ടുണ്ട്. അവിടെ ഉറങ്ങുന്ന സമയത്ത് എന്നുള്ള അർത്ഥത്തിൽ ആ ആയത്തി പ്രകാരമാണ് ഇറ്റ് ഈസ് ഹി ഹു ടേക്സ് യുവർ സോൾ ബൈ നൈറ്റ് വെൻ യു ആർ അസ്ലീപ്. നീ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിന്റെ ആത്മാവിനെ അള്ളാഹു തന്നിലേക്ക് എടുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ വേറൊരു സാഹചര്യത്തിൽ ഇത് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നുണ്ട് സാറേ. വാക്ക് അത് അറബ് അതെ, അറിയില്ല. രാത്രി നിങ്ങളെ മരിപ്പിക്കുന്നത് അവനാണ്, അതായത് ഉറക്കുന്നത്. കറക്റ്റ്, അത് തന്നെ. അപ്പോ ബ്രാക്കറ്റ് ആദ്യം മരിപ്പിക്കുന്നത്, ബ്രാക്കറ്റ് ഉറക്കുന്നത്. അത് തന്നെ. അതായത് ഈ ഉറക്കം മരണമാണെന്ന രീതിയിലാണ് ഇവിടെ. അത് പറഞ്ഞു സാർ. Exactly. You are getting the point, brother. You are getting, what I'm saying. Anyway, that's very good. I appreciate you. അപ്പോ ഒന്ന്, ഈ പദപ്രയോഗം നടത്തിയിരിക്കുന്നത് ഉറങ്ങുന്ന സാഹചര്യത്തിൽ ഈ പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ് 6ന്റെ 60ൽ നമ്മൾ കാണുന്നത്. ഇനി ഇതുപോലെ ഈ പദം വേറെ എവിടേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഇബിൻ ഖത്തീർ വേറൊരു ആയത്തോടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് 39:42. അതും താങ്കൾക്ക് വേണമെങ്കിൽ നോക്കാം. അവിടെ ഉറക്ക സമയത്തെ കുറിച്ചല്ല പറയുന്നത്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത് മനസ്സിലാവുന്നു സാറേ? ഇപ്പൊ സാറ് പറയുമ്പോഴേ എനിക്ക് പോലും ഓരോന്ന് എടുത്ത് നോക്കാൻ പറ്റുന്നുള്ളൂ. കാരണം മനസ്സിലായി ബ്രദറെ. അടുത്തിപ്പോ പറഞ്ഞതാ സാറേ? 39ന്റെ 42. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം തന്നെ താങ്കളുടെ 42. ഞങ്ങൾ ഓരോ കാര്യങ്ങളും വെറുതെ. ഓക്കെ, ആഡം, മരണവേള, അതും മരണത്തിന്റെ കാര്യം. മരണവേളകളിൽ ആത്മാവുകളെ പിടിച്ചെടുക്കുന്നത് അള്ളാഹുവാണ്. എക്സാക്ട്ലി, മരണമടയാത്ത ആത്മാക്കളെ ഉറക്കത്തിൽ പിടിച്ചെടുക്കുന്നതും അവൻ തന്നെ. എക്സാക്ട്ലി. അപ്പൊ താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റിയോ ഈ മുത്തവാഫിക് എന്നുള്ള പദപ്രയോഗം ഖുറാനിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2 സാഹചര്യങ്ങളിലാണ്. ഒന്ന് ഉറങ്ങുന്ന സമയത്ത്, 2 മരണസമയത്ത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉറങ്ങുന്ന സമയം. പക്ഷെ അവിടെ ഉറക്കം എന്ന് പറയുന്ന ഒരു മരണത്തിന്റെ ബ്രാക്കറ്റ് കൊടുത്ത രണ്ടും ഒരു ഉറക്കം ഒരു മരണമായിട്ടാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, താങ്കളത് മൊത്തം കേൾക്കൂ. ഈ ഇബിൻ ഖാത്തർ എന്താണ് പറയുന്നത്? ഞാൻ ഇബിൻ ഖാത്തറിന്റെ മാത്രമല്ല, മാറിഫുൽ ഖുറാനിൽ നിന്നും ഇത് വായിച്ച് ഞാൻ താങ്കൾക്ക് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഞാനിത് ഇബിൻ ഖത്തർ ആദ്യം 6ന്റെ 60നെ കുറിച്ച്, ഉറക്കത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കി. ഇനി 39ന്റെ 42 എന്താണ് പറയുന്നതെന്ന് താങ്കൾ കേൾക്കൂ. ഇറ്റ് ഈസ് അല്ലാഹ് ഹു ടേക്സ് അവേ ദ സോൾസ് അറ്റ് ദ ടൈം ഓഫ് ദെയർ ഡെത്ത് ആൻഡ് ദോസ് ദാറ്റ് ഡൈ നോട്ട് during their sleep. The messenger of Allah used to recite the following words when he would awaken. Okay, അപ്പോൾ ഉറക്ക സമയത്തും അതുപോലെ തന്നെ മരണസമയത്തും ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഈ മുത്തവാഫിക് എന്ന് പറയുന്ന ഈ പദപ്രയോഗം. ഓക്കെ, ഇതല്ലാതെ മുത്തവാഫിക് എന്നുള്ള പദപ്രയോഗം ഖുറാനിൽ ഉപയോഗിച്ചതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഡെഫിനറ്റ്ലി പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ പോയിന്റുകൾ പല പലതായിട്ട് നോക്കുന്നത്. അല്ല, എനിക്ക് ഇത് കൂടുതൽ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഒന്നും കൂടെ ഒക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറെ കൂടെ ഇങ്ങനെ മനസ്സിലാക്കുന്നതല്ല. You should do it. Anyway, താങ്കൾ കേൾക്കൂ. ഞാൻ ആദ്യം ഒരു കാര്യം താങ്കളോട് പറഞ്ഞല്ലോ, ഞങ്ങൾ വെറുതെ വന്ന് മുസ്ലിം സഹോദരങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുള്ളത് കൊണ്ട്, ഈ പണിയും ജോലിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെറുതെ ഇരുന്ന് പറയുന്നതല്ല. ഇങ്ങനെ സംസാരിക്കുന്ന മനസ്സിലാക്കാം. പിന്നെ ചിലരൊക്കെ വന്നിട്ട് കുറെ അശ്ലീല വാക്കുകളും വൃത്തികേടുകളൊക്കെ പറയുന്നതുകൊണ്ടാണ് നമുക്കും ബുദ്ധിമുട്ട്. ഞാൻ അങ്ങനെ വന്നപ്പോ തന്നെ ഞാൻ വോളിയം കുറച്ചിട്ട് ഞാൻ എന്റെ ജോലിയിൽ ഇരുന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ കയറാമെന്ന് കയറിയതാണ്. വിഷയത്തിൽ നിന്ന് മാറില്ല. ഞാൻ ഇനി ഒരു ഭാഗം കൂടെ വായിക്കാം. മാരിഫുൽ ഖുറാനിൽ നിന്ന് ഈ ഭാഗം ഞാൻ വായിക്കാം. ഞാൻ ഒരു പണി ചെയ്യാം, താങ്കളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെയും കൂടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ താങ്കൾക്ക് അതും കൂടെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ താങ്കൾക്ക് എന്റെ DP-യിൽ നോക്കി അതും കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് മാരിഫുൽ ഖുറാന്റെ ഈ സെയിം വേഴ്സിന്റെ എക്സ്പ്ലനേഷൻ ആണ് താങ്കൾക്ക് ഇനി കാണാനായിട്ട് പറ്റുന്നത്. താങ്കൾ ഇതും കൂടി ഒന്ന് നോക്കിക്കോളൂ. ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി, എന്റെ DP-യിൽ താങ്കൾക്ക് അത് കാണാനായിട്ട് പറ്റും. I just missed it. Just 1 minute. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സാറേ. ഓക്കെ, ചെറിയൊരു കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. എന്റെ വൈഫൈയുടെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ബഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ,
എന്റെ ഡീപ്പിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഇടാം. ഞാൻ അതെന്തെങ്കിലും ഒന്ന് വായിക്കാം, കുഴപ്പമില്ല. ദ വേർഡ് മുത്തവാഫി, അതായത് 3:55 നമ്മൾ വായിച്ച ആ മുത്തവാഫി എന്നുള്ള പദപ്രയോഗം. ഓക്കെ, ദ വേർഡ് മുത്തവാഫി ഇൻ ടേക്സ്, അതല്ലെങ്കിൽ പൂർണ്ണമായും ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് എന്താണെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. ദ വേർഡ് മുത്തവാഫി ഇൻ ടേക്സ് തവാഫി ആസ് ഇറ്റ്സ് വെർബൽ നൗൺ വിത്ത് ഇറ്റ്സ് റൂട്ട് ബീങ് വൈഫുൻ. Lexically, the word means to take in full. ഇതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും എടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. To take in full. This being its real meaning, its derivations wafa, ifa and istifa are used to convey that sense. In fact, the real meaning, ഇവിടെ തൊട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം. In fact, the real meaning of tawafi is to take in full, which is universally confirmed by all lexicons of the Arabic language. Since, ini വളരെ important ആയിട്ട് pay close attention, since man completes his appointed time at the hour of death, and the spirit or soul given by Allah is taken back fully and conclusively. It is in that context that this word is also used figuratively in the same sense of death. Okay, സാറേ അപ്പോ ഇപ്പൊ സാറ് വായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചാളെ ഏറ്റെടുക്കുന്നതായിട്ടല്ലേ? exactly, that's അല്ല the സാർ ഇപ്പൊ point, ഏതിനകത്ത് brother. വായിച്ചത്? That's the അറബിക്കിന്റെ point. അല്ല സാർ ഏതിനകത്ത് അത് വായിച്ചത്? ഞാൻ മാരിഫുൽ ഖുറാൻ. അതെന്തോ സാറേ അത്? അതൊരു ഖുറാന്റെ ഒരു പരിഭാഷയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ. ഇത് അതിന്റെ ഒരു തഫ്സീർ പറഞ്ഞിരിക്കുന്നത്. ഇത് താങ്കൾക്കും വേണമെങ്കിൽ കിട്ടും. Quran.com പോയി കഴിഞ്ഞാൽ മതി. Quran.com പോയി കഴിഞ്ഞാൽ ഇബ്ൻ കത്തീറിന്റെ കിട്ടും, മാരിഫുൽ ഖുറാൻ കിട്ടും, അതുപോലെ തന്നെ തസ്ബീറുൽ ഖുറാൻ കിട്ടും. അങ്ങനെ പല നിങ്ങൾക്ക് ആവശ്യമായ പല എക്സ്പ്ലനേഷൻസ് എല്ലാം നിങ്ങൾക്കും നോക്കി പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എനിവേ, ഞാൻ തൽക്കാലം വിഷയത്തിൽ ഒതുങ്ങി നിൽക്കട്ടെ. പറഞ്ഞോ സാറേ, ഇപ്പൊ മനസ്സിലായത്, ആ കാര്യം മനസ്സിലായി. അതിനകത്ത് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. റൈറ്റ്. അപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ പദപ്രയോഗങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ മുത്തവാഫിക് എന്നുള്ളത് ഉപയോഗിക്കുന്നത് മരണസമയത്തും ഉറക്ക സമയത്തും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ പദപ്രയോഗം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 3:55 പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും ഏറ്റെടുക്കുക, അള്ളാഹു ഈസയെ സാറിന്റെ വാദം എന്ന് പറയുന്നത് ഈ ഇത് വെച്ചിട്ട് അവിടെ യേശു മരിച്ചതിന് ശേഷം എന്നുള്ള ഭാഗമാണ് സാറ് വാദിക്കുന്നത് അല്ലേ? എക്സാക്ട്ലി. അതായത് ആദ്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുത്തവാഫിക്കായി, അല്ലെങ്കിൽ അല്ല അവിടെ ഞാൻ സംശയം ചോദിക്കട്ടെ സാറേ, അവിടെ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റു എന്നാണോ ദൈവത്തിലേക്ക് പോയെന്നാണോ? അവിടെ എങ്ങനെയാണ്? അങ്ങനെ ഇല്ലല്ലോ. ഇതാണ് റൈറ്റ്. അതൊരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുഹമ്മദിന് ഈസയെ കുറിച്ചും അതുപോലെ തന്നെ ഈ പൂർവ്വ പുസ്തകങ്ങളില്, അതല്ലെങ്കിൽ തോറയിലും ഇഞ്ചിയിലും എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മുഹമ്മദ് അറിയുന്നത് യഹൂദന്മാരുടെ കയ്യിൽ നിന്നും ക്രൈസ്തവരുടെ കയ്യിൽ നിന്നുമാണ്. ശരിയല്ലേ? അല്ല, അത് മുൻ വേദങ്ങളിൽ നിന്ന് അങ്ങനെയല്ലേ അറിയാൻ പറ്റൂ? അതിന് മുന്നേ അല്ലേ ഇത് വന്നത്? അത് തന്നെ. അപ്പോ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഞാൻ ചോദിച്ചതിന്റെ കാര്യം ഞാൻ പറയാം എന്താണെന്ന്. ഒന്ന്, ഇഞ്ചിലിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ഒരിക്കലും ഇഞ്ചിലിനെ കോൺട്രാഡിക്റ്റ് ചെയ്ത് ഒന്നും പറയുന്നില്ല. ഓക്കെ, മറിച്ച് ഇഞ്ചിലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതേപോലെ പറയാനായിട്ടാണ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഭാഗത്ത് മുഹമ്മദ് ശ്രമിച്ചിരിക്കുന്നത്. അതെന്താണ്? ഈസ മുത്തവാഫിക്കായി എന്നുള്ളത്. ഈസ മരിച്ചു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈസ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടു. ഒരു ചെറിയ സംശയം. ഈ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഇത് ഇഞ്ചിയിലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സംശയം. അതായത് സാറേ, ഇപ്പൊ ഈ പ്രവാചകൻ ഇഞ്ചിലിന് മുന്നിൽ എഴുന്നേറ്റുന്നതായിട്ട് ഹദീസിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോഴും നിങ്ങളുടെ വേദഗ്രന്ഥം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 79 പുസ്തകങ്ങളുള്ളതാണ് അല്ലേ?
പക്ഷെ ഞങ്ങൾക്കൊക്കെ ഈ വായിക്കാൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയൊരു ബുക്കായിരിക്കും. അതിനകത്ത് മത്തായി എഴുതിയ സുവിശേഷം അങ്ങനെ സുവിശേഷങ്ങളുമായി ബന്ധപ്പെട്ടല്ലേ? ഞാൻ അതായത് ഞാൻ പറയാം, ചോദിക്കുന്നത് അപ്പൊ ഈ ബൈബിളിലെ പ്രധാനമായിട്ട് 79 ബുക്കും എന്ന് പറയുന്നത് അത് എത്രത്തോളം വരും? അപ്പൊ അത്രയും ബുക്കുകളാണോ പ്രവാചകന്റെ മുന്നിൽ വെച്ചത്, അതോ ബൈബിൾ മാത്രമാണോ എന്നാണ് എന്റെ ഒരു സംശയം. ഓക്കെ ഞാൻ പറയാം. ഞാൻ ജനറൽ ആയിട്ട് നമ്മുടെ ഞാൻ ഓഫ് ടോപ്പിക്ക് തൽക്കാലം പോകുന്നില്ല, എങ്കിലും ഞാൻ താങ്കളുടെ അല്ല, ഈ ചോദ്യത്തിന് ചോദ്യത്തിന് ക്വിക്ക് ആയിട്ട് മാത്രം ഒരു എന്റെ ഉത്തരം ഒരു പറയാം. സംശയം ഞാൻ പറയാം ആയതുകൊണ്ടാണ് നമ്മൾ പറയാം. ബേസിക്കലി ബൈബിൾ എന്ന് പറയുന്നത് രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ടാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് പഴയ നിയമമായിട്ടും അറിയാം. രണ്ട് പുതിയ നിയമമായിട്ടും. ഓക്കെ, ഈ പഴയ നിയമത്തിനകത്ത് പെന്റാട്ടുക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോഫറ്റിക് ബുക്സ് ഉൾപ്പെട്ടിട്ടുണ്ട്, സങ്കീർത്തനങ്ങൾ, അതിന് നിങ്ങൾ പറയുന്നത് സബൂർ എന്ന് പറയും, സബൂർ അല്ലെങ്കിൽ സംഗീതം അറിയാം. സങ്കീർത്തനങ്ങൾ, സങ്കീർത്തനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഡിഫറെന്റ് പീസസ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഉള്ളത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻസ് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതെല്ലാം അത് കൂടാതെ ഹിസ്റ്ററി കൂടാതെ എന്താ പറയുന്നത്, ക്രിയേഷൻ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഖുറാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഖുറാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്രിയേഷൻ സ്റ്റോറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോർ ഫാദേഴ്സിന്റെ അല്ല സാറേ, പാട്രിയാർക്സിന്റെ. ഞാൻ ചെറിയൊരു സംശയം ചോദിച്ചത്, പ്രവാചകന്റെ മുമ്പ് ഇഞ്ചിയിൽ കൊണ്ടുവച്ചു എന്ന് പറയുമ്പോൾ ഈ പഴയ നിയമം പുതിയ നിയമം ഉൾപ്പെടെയുള്ള വരുന്നില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ അങ്ങനെ ചിന്തിക്കുക. അതായത് അതോ ഈ ഇഞ്ചിയിൽ എന്ന് വേദ പറയുന്ന ഈ ബൈബിൾ എന്ന് പറയുന്ന വേദങ്ങളാണ് മുൻ വേദങ്ങളെല്ലാം കൂടെ ആണോ? അതാണ് ഞാൻ ചോദിച്ചത്. ബ്രദറെ, അതായത് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നതുള്ളതാണ്. തോറയും ഇഞ്ചിയിലും എന്ന് നിങ്ങൾ പലപ്പോഴും പറയുന്ന പോലെ, അല്ലെങ്കിൽ പുതിയ നിയമം പഴയ നിയമം, ഇത് രണ്ടും കൂടി ഉള്ളതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്തപ്പെടുന്ന ഈ ചെറിയ പുസ്തകം അത് പുതിയ മത്തായി, നിയമമാണ്. ലൂക്കോസ്, വെളിയിൽ ലൂക്കോസ്, തന്നെ പുതിയ നിയമം എന്ന് ഈ പുറംചട്ടയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് തന്നെ ബ്രദറെ പുതിയ നിയമം അതെ. എന്നുള്ളത്. അത് യേശുക്രിസ്തുവിന്റെ ജീവിത കഥ, അല്ലെങ്കിൽ യേശുക്രിസ്തു വന്ന സമയം മുതൽ യേശുക്രിസ്തു അപ്പോസ്തലന്മാര് ചെയ്ത കൂടെ പ്രവൃത്തി. നടന്ന ശിഷ്യന്മാരെ എഴുതിയത്. എക്സാക്ട്ലി. അങ്ങനെയുള്ളതും അതുപോലെ തന്നെ സഭയ്ക്ക് എഴുതിയ അല്ലെങ്കിൽ ചർച്ചിന് എഴുതിയ ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളാണ് പ്രമുഖമായിട്ട് അതിനകത്ത് കാണുന്നത്. ഓക്കെ, അത് ആം, ഒരു 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 ആം, ഒരു ബിഗിനറെ സംബന്ധിച്ച് അത് വളരെ സൗകര്യപ്രദമാണ് ഈ വായിച്ച് മനസ്സിലാക്കാനും. എന്താ പറയുന്നത്, നിങ്ങൾക്കറിയാമല്ലോ, ക്രൈസ്തവരുടെ ഒരു ഒരു ബേസ് എന്ന് പറയുന്നത് യേശുക്രിസ്തു പഠിപ്പിച്ച വിഷയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. അത്രയും തൽക്കാലം ഞാൻ തൽക്കാലം ആ വിഷയത്തിൽ നിന്ന് അങ്ങ് മാറുക. നമുക്ക് ആ വിഷയം വേണമെങ്കിൽ സംസാരിക്കാം, അതിന്റെ ഡീറ്റെയിൽ നമുക്ക് വേണമെങ്കിൽ ഇല്ല, സംസാരിക്കാം. കുഴപ്പമില്ല. ഞാൻ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നോ പ്രോബ്ലം. നമ്മൾ ഒറിജിനൽ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്, അതായത് ഈ ക്രൂശീകരണം എന്നുള്ള ഈ വിഷയത്തിലോട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഓക്കെ. പറഞ്ഞു വന്നിട്ട് താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സാറ് പറഞ്ഞ മുത്തവാഫിക് എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് സാറ് ഒരു ഖുറാന്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കകത്ത് മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നൊരു ഇത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലേ? അതെ ബ്രദറെ, ഞാൻ ഇത് ഈ ഒരു ക്ലാസ് പല പ്രാവശ്യം ഈ റൂമിലും അതുപോലെ പല മുസ്ലിം സഹോദരങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഞാനത് ഒത്തിരി റിപ്പീറ്റ് അല്ല ചെയ്യുന്നുണ്ട്. സാറേ, താങ്കളോട് ബേസിക്കലി ഞങ്ങൾ കരുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഇത് പറഞ്ഞ എങ്ങനെയാണ്? ഈ വാക്ക് ഇങ്ങനെ ഞങ്ങൾ കരുതിയിരിക്കുന്നത്, ഞാൻ സാറിനൊക്കെ പറഞ്ഞില്ലേ, ഈ ദൈവം മുകളിലേക്ക് എടുത്തു എന്നുള്ള രീതിയിലാണ്. മനസ്സിലായോ? റൈറ്റ്. ഓക്കെ, ആ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒത്തിരി മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വെരി വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഈസ മരിച്ചു. അപ്പൊ ബേസിക്കലി ഞങ്ങളെ സംബന്ധിച്ച് ഈസായി യേശുവും രണ്ട് ക്യാരക്ടർ ആണെന്നാണ് ഞങ്ങളുടെ മനസ്സിലാക്കല്. അത് ഇനി ഓക്കെ, നിങ്ങളുടെ ഒരു വാദം തിരിച്ചാണ്, ഈസയും ബൈബിളിൽ പറയുന്ന യേശുവും ഒന്നാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു വിഷയത്തിൽ ഇനി ഞങ്ങൾ ഒരു തൽക്കാലത്തേക്ക് സമ്മതിച്ചു തരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഖുറാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഖുറാനില് പറഞ്ഞിരിക്കുന്ന മുത്തവാഫിക് എന്നുള്ള പദപ്രയോഗമാണ്. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം രണ്ട് വിധത്തിലാണ് ഖുറാനിൽ കാണുന്നത്. ഒന്ന്, അത് ഉറങ്ങുമ്പോൾ ആത്മാവിനെ അള്ളാഹു തന്നിലേക്ക് എടുക്കുന്നു, ഉണരുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ 6:60 പറഞ്ഞിരിക്കുന്ന ഭാഗം. രണ്ടാമത്, ഈ പദപ്രയോഗത്തിന്റെ ഉപയോഗം ഇത് മരണസമയത്ത് ഉപയോഗിക്കുന്ന ശബ്ദമാണെന്നും അള്ളാഹു തന്നിലേക്ക് പൂർണ്ണമായി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇഹലോകവാസം കഴിഞ്ഞു, അള്ളാഹു പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ ഇബ്ൻ കാത്തിർ പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ കൺക്ലൂസീവ് ആയിട്ട്, മാരിഫിൽ ഖുറാനിൽ പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ കൺക്ലൂസീവ് ആയിട്ട് പൂർണ്ണമായി മരിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്
ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതേ കാര്യം തന്നെ ഈസയും പറയുന്നുണ്ട്. ഞാൻ എല്ലാ വാക്യങ്ങളിലോട്ടും പോകുന്നില്ല ബ്രദറെ, കാരണം ഒത്തിരി ടൈം ആയിരിക്കുമല്ലോ. നമുക്ക് അങ്ങനെ പോയതുകൊണ്ടും ഇത് കാര്യമില്ല. കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ മനസ്സിലാക്കാനായിട്ട്. അബ്സല്യൂട്ട്ലി ബ്രദറെ, ഇത് ഒരുപാട് ഇത് ഞാനിത് മുതൽ ഇനി അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഖുർആനിൽ തന്നെ ഇത് എവിടൊക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് പോലും അറിയില്ല. നിങ്ങളെ അധ്യായങ്ങളും ഇതും പറയുന്നുണ്ട്. നോക്കി വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അല്ല, താങ്കളുടെ കയ്യിൽ ഞാൻ പേനയും നോട്ട് പെൻസിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഞാൻ എന്റെ പറഞ്ഞുതരാം. പ്രത്യേക റിപ്ലൈ കേട്ട് ഞാൻ നോട്ട് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു സാറേ കേട്ടോ. അല്ല എങ്കിലും ഞാൻ പറയാം. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് നിങ്ങൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴേ ഞാൻ ഒരു സമയമില്ല. കാര്യോടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. എങ്കിലും താങ്കൾ പഠിക്കാൻ വാസ്തവത്തിൽ ജെനുവിൻ ആയിട്ട് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഖുറാൻ ആയത്തുകളൊക്കെ താങ്കൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഈ ഞാൻ പറഞ്ഞ 4:157, 3:55, 6:60, 39:42. ഇനി ഈസ തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, 5:117. ഓക്കെ, ഇതെല്ലാം താങ്കൾ സമയം കിട്ടുന്നതനുസരിച്ച് വായിക്കുക. ഇപ്പൊ സാറ് പറഞ്ഞത് 5:117. 5:117. അതിനകത്ത് ഈസ പറയുന്ന കേട്ടുണ്ടോ? അതെ, ഇത് ഈസ പറയുന്ന കാര്യമാണ്. ഈസ. ഓക്കെ, അത് താങ്കൾ വായിച്ചാൽ മതി. എടുത്തു. അല്ലല്ല, എനിക്ക് വേറൊരു കാര്യം താങ്കളെ കാണിക്കാനുണ്ട്. ഞാൻ ഒത്തിരി സമയം എടുക്കുന്ന പോലെ തോന്നി. വർക്കിന്റെ ഇടയിലായതുകൊണ്ട് എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. എങ്കിലും ഈ 5:117 അത് താങ്കൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെ ഈസ സെയിം കാര്യം തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി താങ്കൾ കാണിക്കേണ്ട ഒരു ഭാഗമുണ്ട്. എന്താണ് ഈ അള്ളാഹു പറയുന്നുണ്ടല്ലോ, അവർ ഈസയെ കൊന്നിട്ടുമില്ല, ഈസയെ ക്രൂശിച്ചിട്ടുമില്ല എന്ന് പറയുന്ന ഭാഗം താങ്കളെ ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. ഓക്കെ, അത് എന്താണ് അതിന്റെ അർത്ഥം? താങ്കൾ എടുക്കേണ്ട ഒരു ആയത്ത് ഏതാണെന്ന് അറിയാമോ? 8:17 താങ്കളൊന്ന് എടുത്തേ. 8ാമത്തെ സൂറ, അതിന്റെ 17ാമത്തെ ആയത്തൊന്ന് എടുത്തേ. അപ്പൊ നമ്മൾ ഇതുവരെയും കണ്ടു എന്താണ് വഫാത്തായി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുത്തവാഫിക് എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്ന മരണസമയത്ത് 8:17. അവരെ ബ്രാക്കറ്റ് ശത്രുക്കളെ. ഒരു മിനിറ്റ് ബ്രദറെ, ഒരു മിനിറ്റ്, താങ്കൾ വായിച്ചോളൂ. അതിനു മുമ്പ് ഞാൻ പറയാണ്, ഈ ഖുറാനില് മുത്തവാഫിക് എന്നുള്ള പദപ്രയോഗം മരണസമയത്തും ഉറക്ക സമയത്തുമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ആരോടെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആ വാക്ക് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെ അത് മീൻ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് പഠിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. മരിച്ചതിന് ശേഷമാണ് ഉയർത്തെഴുന്നേൽക്കുന്ന അർത്ഥത്തിലാണ് ആ ഉറക്കത്തെ മരണമാക്കിക്കൊണ്ട് ആ വാക്ക് പറഞ്ഞത്, എന്നിട്ട് തിരിച്ച് ജീവൻ കൊടുക്കുന്നതായിട്ട് അല്ലേ? എക്സാക്ട്ലി. പറയട്ടെ. 8:117 അല്ല, 8:17. അത് തന്നെ. അവരെ ബ്രാക്കറ്റ് ശത്രുക്കളെ വധിച്ചത് നിങ്ങളല്ല, അള്ളാഹുവാണ്. അതല്ലേ? നീ അമ്പെയ്തപ്പോൾ നീയല്ല, അള്ളാഹുവാണ് അമ്പെയ്തത്. അത് മുഖേന സത്യവിശ്വാസികളിൽ നല്ലൊരു പരീക്ഷണം നടത്തേണ്ടതിനാകുന്നു. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അവിടെ അതിനെ കുറിച്ചൊന്നും അല്ലല്ലോ സാറേ. ഒന്നുമല്ല. ഞാൻ താങ്കൾക്ക് ഖുറാന്റെ ഒരു ഭാഷ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിന്റെ സാഹചര്യം എന്താണെന്ന് അറിയാമോ ബ്രദറിന്? ഈ ആയത്തിന്റെ സാഹചര്യം എന്താണെന്ന്, സന്ദർഭം എന്താണെന്ന് അറിയാമോ? വായിക്കേണ്ടി വരും സാറേ. ഓക്കെ, എന്നാൽ താങ്കൾ പിന്നീട് വായിച്ചോളൂ. ഇതിന്റെ തഫ്സീറും താങ്കൾ എടുത്ത് വായിക്കണം. എങ്കിലും സമയം സേവ് ചെയ്യാനായിട്ട് ഞാൻ പെട്ടെന്ന് പറയാണ്. ഇത് ബദർ യുദ്ധത്തില് മുസ്ലിങ്ങള് ഈ ഖുറൈശികളെ വരാം. കാരണം അവരെ വധിച്ചത് നിങ്ങളല്ല, അള്ളാഹുവാണ്. കാരണം അവിടെ മുസ്ലിങ്ങൾ കുറവായിരുന്നു. കറക്റ്റ്, മുസ്ലിങ്ങൾ വളരെ കുറവാണ്. അത് തന്നെ, ഏകദേശം 100 അല്ല സാർ, അവിടെ പ്രവാചകൻ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയാൽ നിന്റെ ദീൻ പരാജയപ്പെടും, അതുകൊണ്ട് വിജയിപ്പിക്കണേ എന്നൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അത് തന്നെ. ഓക്കെ, അപ്പോ ഈ ബദർ യുദ്ധ സാഹചര്യത്തില് മുസ്ലിങ്ങള് ഖുറൈശികളെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, അതിനകത്ത് ഏകദേശം 100-100-ൽ പരമോ ഖുറൈശികളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സമയത്ത് വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തില് ഖുറൈശികളെ കൊന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിനോട് കൂടെയുള്ള മുസ്ലിങ്ങളുമാണ് കൊന്നത്. ശരിയല്ലേ? അതെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളല്ല, ഞാൻ അള്ളാഹുവാണെന്നുള്ളതാണ് പറയുന്നത്. എക്സാക്ട്ലി. അപ്പൊ ഞാൻ ഈ ഖുറാനെപ്പോഴും നിങ്ങൾ അമ്പെയ്തതല്ല, അള്ളാഹുവാണ് അത് യുദ്ധം വിജയിപ്പിച്ചതെന്നുള്ള അർത്ഥമാണ് അവിടെ വന്നിരിക്കുന്നത്. എക്സാക്ട്ലി ബ്രദറെ. ഈ ഖുറാന്റെ ഭാഷ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം കാണിച്ചാണ്. അതായത്, നിങ്ങൾ ഈസയെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ ആ നടന്ന സംഭവത്തെ അള്ളാഹു എങ്ങനെയാണ് അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന്
പറയാൻ വേണ്ടിയിട്ടാണ്. ഈ മുത്തവാഫിക്കായി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നിങ്ങളല്ല ചെയ്തത് എന്ന് പറയുമ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം ഞാൻ താങ്കൾക്ക് കാണിച്ചു തരികയാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ അവരെ കൊന്നിട്ടില്ല, പക്ഷെ അക്ഷരാർത്ഥത്തിൽ മുസ്ലിങ്ങളാണ് അവരെ കൊന്നത്, പക്ഷെ അള്ളാഹു ആണ് അവരെ കൊന്നത്, കൊലപ്പെടുത്തിയത്. നബിയെ, നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടുമില്ല. അപ്പൊ വാസ്തവത്തിൽ എറിഞ്ഞത് നീയാണ്, അല്ലെങ്കിൽ മുഹമ്മദ് ആണ് എറിഞ്ഞത്. ഇത് എന്തെറിഞ്ഞതിനെ കുറിച്ചാണെന്ന് അറിയാമോ? ഒരു പിടി മണ്ണെടുത്ത് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോ അതിനകത്ത് ഓരോ മണൽത്തരിയും പോയി ശത്രുക്കളുടെ കണ്ണിൽ പതിച്ച് അങ്ങനെ അവർ പരാജിതരാകാനുള്ള കാരണം കൂടെ ഒക്കെ ഇതിന്റെ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറയുന്ന ഈ എറിഞ്ഞ സമയത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടുമില്ല. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നീ എറിഞ്ഞു; രണ്ട്, നീ എറിഞ്ഞിട്ടുമില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം അതിന്റെ അടുത്തതിനകത്ത് പറയാണ്, നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടില്ല, പക്ഷെ അള്ളാഹു ആണ് എറിഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീയാണ് എറിഞ്ഞതെങ്കിലും അതിനെ ഫലപ്രദമാക്കിയത് അള്ളാഹു ആണ്. ഓക്കെ, അല്ലാതെ അള്ളാഹു അറിയാതെ ഒന്നും നടക്കത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ പദപ്രയോഗം നടത്തിയിരിക്കുന്നത്. ബ്രദറെ, ഇത് ഞാൻ താങ്കൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തന്നതാണ്. ഈ യഹൂദന്മാര് പറയുന്നുണ്ട് ഞങ്ങൾ ഈസയെ കൊന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിന് വിരോധമായിട്ട് എന്താ പറയുന്നേ, ഒരർത്ഥത്തില് അവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഈസയെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ഇപ്പുറത്ത് ഈ ഒരു ക്രൈസ്തവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയാമോ? താങ്കൾക്ക് അറിയാമല്ലോ അല്ലെ? യേശു ക്രൂശിൽ മരിച്ചു, രണ്ട് ക്രൂശിൽ മരിച്ചു, കല്ലറയെ കൊണ്ടുവച്ച് പിറ്റേന്ന് കല്ലറ തുറന്നതായിട്ട് കണ്ടു, പിന്നെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു, ശിഷ്യന്മാരെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, അതിൽ ഒരു ശിഷ്യന് സംശയം വരുന്നു, അങ്ങനെ ദൈവം കൈക്കകത്ത് തൊടാൻ പറയുന്നു, അങ്ങനെ തൊട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാൾ മാത്രമേ അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. റൈറ്റ്. ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നു. ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഒരു ശിഷ്യൻ ആരാണെന്ന് ഓർമ്മയില്ല, പുള്ളി സംശയിക്കുന്നുണ്ട്. തോമസ് തൊടണമെന്ന് പറഞ്ഞ് പോയി തൊട്ടു നോക്കിയപ്പോഴാണ് പുള്ളി വിശ്വസിച്ചത്. അതെ, തോമസ് ആണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം പിന്നെ 40 ദിവസം യേശു ശിഷ്യന്മാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും തന്നെത്താൻ പ്രത്യക്ഷമാക്കി അവരോട് സംസാരിക്കുകയും അവരോടൊപ്പം ഫെലോഷിപ്പ് വെക്കുകയും ഒക്കെ ചെയ്ത സമയമുണ്ട്. എന്നിട്ട് 40th ഡേയിൽ എന്താ സംഭവിച്ചത്? അത് ഞങ്ങൾ അങ്ങനത്തത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. അതെ, അതാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞത്. എങ്കിലും ലൈറ്റ് ആയിട്ട് പറയാം. 40ാമത്തെ ദിവസം യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അല്ലെങ്കിൽ പിതാവിങ്കിലേക്ക് എടുക്കപ്പെട്ടു. ഓക്കെ, അപ്പോ ഈ സമയത്ത് ശിഷ്യന്മാര് നോക്കി നിൽക്കെ തന്നെ യേശു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോ ക്രൈസ്തവര് വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, യേശു ക്രൂശിക്കപ്പെട്ടു, യേശുവിനെ കബറിൽ വെച്ചു, 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു, എന്നിട്ട് 40ാമത്തെ ദിവസം യേശു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു, അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. ഇനി അടുത്ത കാര്യം അതെ, ഉയർത്തപ്പെടുക എന്ന് പറയും. അതല്ലെങ്കിൽ റാഫി എന്ന് പറയുന്ന നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം. മുത്തവാഫിക് എന്ന പദപ്രയോഗം ക്രൂശിലെ മരണം, 2 റാഫി എന്നുള്ളത് സ്വർഗാരോഹണം, 3 മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈസ തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഇത് അതെ. അപ്പൊ ഇതിനകത്ത് വന്നതുകൊണ്ട് ഇത് കൂടുതൽ പഠിക്കണമെന്ന കാര്യങ്ങളാണ് കേട്ടോ. വായന കൂട്ടണം. അബ്സല്യൂട്ട്ലി ബ്രദറെ, അബ്സല്യൂട്ട്ലി. 3 യേശു തിരിച്ചു വരും എന്നുള്ളതാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. അപ്പോ ബേസിക്കലി ക്രൈസ്തവർ എന്താണ് വിശ്വസിക്കുന്നത്? ആഡം, 1 യേശു മരിച്ചു, 2 യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലോട്ട് പോയി, 3 യേശു ഇനി തിരിച്ചു വരും. ഇതാണ് ക്രൈസ്തവരുടെ വിശ്വാസം. ഓക്കെ, ഈ വിശ്വാസവുമായിട്ട് സമാനതയുള്ളതാണ്, അല്ലെങ്കിൽ സമാനാന്തരമായ വിശ്വാസമാണ് മുഹമ്മദ് ഖുറാനിൽ ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഏതൊക്കെയാണത്? 1 ഈസ മുത്തവാഫിക്കായി, 2 ഈസ റാഫി അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടു, 3 ഈസ ഇനിയും തിരിച്ചു വരും. ഇത് തന്നെയാണ് ബേസിക്കലി ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. യേശു മരിച്ചുയർത്തെഴുന്നേറ്റു, 2 യേശു സ്വർഗത്തിലോട്ട് പോയി അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടു അല്ലെങ്കിൽ സ്വർഗാരോഹണം നടന്നു, 3 യേശു ഇനിയും തിരിച്ചു വരും. അപ്പോ ഇതിനോട് സമാനതയുള്ള കാര്യങ്ങളാണ് ഖുറാനിൽ പറയുന്നത്. മുത്തവാഫിക്കായി, റാഫിയായി, അത് മാത്രമല്ല ഇനി തിരിച്ചു വരും. ഇതാണ് പറയുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് യഹൂദര് വിശ്വസിക്കുന്നത്. യഹൂദർ ഒരു കാര്യം മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. യഹൂദര് വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈസയെ ഞങ്ങൾ കൊന്നു, ഇത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഈസ ഉയർത്തെഴുന്നേറ്റുവെന്നോ ഈസ ഇനി തിരിച്ചു വരുമെന്നോ അവര് വിശ്വസിക്കുന്നില്ല. മറിച്ച് ഇപ്പോഴുള്ള ജൂതവിശ്വാസം അങ്ങനെ തന്നെയാണ്.
യെസ്, ഏകദേശം അല്ല 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 സാറേ, അപ്പൊ ചെറിയൊരു സംശയം. അപ്പൊ അവരുടെ ഈ വിശ്വാസം അനുസരിച്ച് ലോകാവസാനം എങ്ങനെയാണ്, ഏത് ദിവസമാണ്? ഓക്കെ, അത് വേറൊരു വിഷയമാണ്, നമുക്ക് അതിനോട്ട് പോകണ്ടേ. കാരണം ഞാൻ പർട്ടിക്കുലർ ആയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിച്ചിട്ട് എനിക്ക് ഓക്കെ പണിയിലേക്ക് ഓക്കെ ഓക്കെ പ്രവേശിക്കണം, സാറേ, അതുകൊണ്ട് ഓക്കെ ഞാൻ പോവാ. ഓക്കെ. ഓക്കെ, സോറി കേട്ടോ, നമുക്ക് വേറൊരു അവസരത്തിൽ സംസാരിക്കാം, കുഴപ്പമില്ല, ഒട്ടും കുഴപ്പമില്ല. താങ്കളോട് കുറെ സംസാരിക്കുന്നതിൽ എനിക്ക് വൈകിക്കൊണ്ടിരിക്കുന്നു സാറേ, സന്തോഷം. ഇത് നമ്മളുടെ സമയം കുറവാണ് കേട്ടോ. താങ്കളോട് സംസാരിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ നമ്മുടെ വർക്കിന്റെ ഞാൻ ഇടയിൽ പല ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ഈ മാത്രമുള്ളൊരു മലയാളം ഒരു ഖുർആൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലേ അങ്ങനെ എപ്പോഴും നോക്കാറില്ല കേട്ടോ, സത്യം പറയാം. നമ്മൾ ഈ നോ പ്രോബ്ലം. അറബിലുള്ളത് അങ്ങ് യാസീനും 1-2 സൂറത്തുകളാണ് കൂടുതലും വായന. റൈറ്റ് ഈ റൈറ്റ് റൈറ്റ് പരിഭാഷയൊക്കെ വല്ലപ്പോഴും എടുത്ത് നോക്കത്തേ ഉള്ളൂ. ഇനി നോക്കണം സാറേ. പറഞ്ഞു. മനസ്സിലായി. എനിവേ, അപ്പോ ഈ 8:17 ഞാൻ താങ്കളെ കൊണ്ട് അത് വായിപ്പിച്ചെന്ന് കഴിഞ്ഞാൽ അറബിയിൽ ഒരു ഭാഷാ ശൈലിയുണ്ട്. എന്താണ്? നിങ്ങളാണ് ചെയ്തതെങ്കിലും നിങ്ങളല്ല ചെയ്തത്, അള്ളാഹു ആണ് അത് ഞാനാണ് ചെയ്തത്. ചെയ്തത്. മനസ്സിലായി. ഓക്കെ, അപ്പൊ ആ ഭാഷാ ശൈലി മനസ്സിലാക്കിക്കൊണ്ട് വേണം 4:157 മനസ്സിലാക്കാൻ. നിങ്ങൾ ഈസയെ കൊന്നിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കാൻ അള്ളാഹു അനുവദിച്ചു. അതുകൊണ്ടാണ് അതിന്റെ താഴത്തെ ആയത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ തോന്നി, നിങ്ങൾ ഈസയെ കൊന്നു എന്ന് തോന്നി, നിങ്ങൾ ഊഹാപോഹത്തിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈസയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഈസ മരിച്ചിട്ടില്ല. ഈസയ്ക്ക് ആത്മാവിനെ അള്ളാഹു തിരിച്ചു കൊടുത്തു. അത് മാത്രമല്ല, അള്ളാഹുവിലേക്ക് ഈസയെ എടുക്കുകയും ചെയ്തു. അപ്പൊ ഈസ ഇപ്പൊ മരിച്ചു പോയിട്ടില്ല, ഈസ ഇന്ന് ജീവിക്കുന്നതാണ്. അപ്പൊ ക്രൈസ്തവർ എന്താണ് വിശ്വസിക്കുന്നത്? ക്രൈസ്തവർ വിശ്വസിക്കുന്നത് ഈസ മരിച്ചുപോയി എന്നല്ല, ഈസ മരിച്ചുയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. അപ്പൊ രണ്ട് വിശ്വാസമാണ് നിലനിൽക്കുന്നത്. ഒന്ന്, യഹൂദർ വിശ്വസിക്കുന്നത് മനസ്സിലായി. ഈസയെ ഞങ്ങൾ കൊന്നു എന്ന് യഹൂദർ വിശ്വസിക്കുന്നു. ക്രൈസ്തവർ വിശ്വസിക്കുന്നത് ഈസ 3 രീതിയിലുള്ള വിശ്വാസം. മരിച്ചുയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ക്രൈസ്തവരുടെ വിശ്വാസം. അപ്പൊ ബേസിക്കലി മുഹമ്മദ് ട്രൈ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹൂദരെ എതിർത്തുകൊണ്ട് ക്രൈസ്തവരുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ് ഇവിടെ കണ്ടത്. ഈസ മുത്തവാഫിക്കായി, 2 ഈസ റാഫി, അല്ലെങ്കിൽ ഈസ ഉയർത്തെഴുന്നേറ്റ് അല്ല, അതിന്റെ അള്ളാഹുവിലേക്ക് ഒരു പോയി. ഭാഗം മാത്രമേ ചേർന്ന് നിൽക്കുന്നുള്ളൂ, ഒരു ഭാഗം മാറിയിരിക്കുകയാണ്. ഏതാണ്? മരണത്തിന്റെ കാര്യം വരുമ്പോൾ ചേർന്ന് നിൽക്കുന്നില്ല. മുത്തവാഫി എന്നുള്ളത് മരണമാണല്ലോ ബ്രദറെ, അതുകൊണ്ടാണല്ലോ ഞാൻ ഖുറാനിൽ നിന്ന് അല്ല, വായിച്ചു കേൾക്കുന്നത്. സാറ് പറഞ്ഞ ആ ഖുർആന്റെ ആ പരിഭാഷ വെച്ച് നോക്കുമ്പോൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. അല്ല, ഏത് പരിഭാഷയിലെ ചേർന്ന് നിൽക്കാതെ ബ്രദറെ? അറബിയില് മുത്തവാഫിക് എന്നുള്ള അല്ല, ശബ്ദം മുത്തവാഫിക് എന്ന് അവിടെ ഉണ്ട്. പറയുന്നത് സാറ് ആ രീതിയിൽ പരിഭാഷ എടുക്കുമ്പോൾ ഈ ഉറക്കം മരണം പോലെ മുകളിലേക്ക് എടുക്കുന്നു, ആ രീതി വരുമ്പോഴത്തേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട്. ബ്രദറെ നോക്കൂ, ഞാൻ എന്റേതായിട്ട് ഒന്നും പറയാൻ ശ്രമിക്കുന്നില്ല. അല്ല മലയാളത്തിൽ സാറേ, പറയുന്നത് ആ പറഞ്ഞ വേർഷനെ മനസ്സിലായോ സാർ? ആ പറഞ്ഞ വേർഷനെ മനസ്സിലായി നോക്കുമ്പോഴത്തേക്ക് ചേർന്ന് മനസ്സിലായി നിൽക്കുന്നുണ്ട്. കറക്റ്റാ. മനസ്സിലായി മനസ്സിലായി. നോക്ക്, ഞാൻ ഏതെങ്കിലും തെരഞ്ഞെടുത്ത ഒരു വേർഷനുമായിട്ടല്ല മലയാളത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം. അറബിയില് മുത്തവാഫിക് എന്നുള്ള ശബ്ദം കിടക്കുന്നു. 2, മനസ്സിലായി. മലയാളത്തിൽ പൂർണ്ണമായും ഏറ്റെടുക്കുന്നു എന്നുള്ള അല്ല, ശബ്ദം ഞാൻ കിടക്കുന്നു. പറഞ്ഞില്ല, അതെനിക്കൊന്ന് ആ വാക്കിന്റെ കാര്യം എനിക്കും കൂടെ ഒന്ന് മനസ്സിലാക്കാനുണ്ട് സാറേ. അപ്പൊ സാറ് പറഞ്ഞത് ആ വാക്കിന്റെ വെച്ച് നോക്കുമ്പോൾ മരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, മരിച്ച് പിന്നെ പുനരുദ്ധാരണം ഉയർത്തെഴുന്നേൽപ്പിക്കൽ അല്ലേ? ഓക്കെ, ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ മനസ്സിലായി സാറേ, ഇതിനകത്ത് അത് മനസ്സിലായത്. മനസ്സിലായി. ഓക്കെ, എനിവേ, ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ഇപ്പൊ താങ്കൾ സുന്നി മുസ്ലിം ആണോ ഏത് മുസ്ലിം ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു സുന്നി സുന്നിയാണ് സാർ. ഒരു സുന്നി. സ്കോളർ പറയുന്ന ഹലോ. ക്രൂശിലെ മരണത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒരു ചെറിയ മിനിറ്റിന്റെ ഒരു ക്ലിപ്പാണ്. അതും കൂടെ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നു. വളരെ ശ്രദ്ധാപൂർവം കേൾക്കുമല്ലോ അല്ലേ? മലയാളം? ഇംഗ്ലീഷിലാ. പറഞ്ഞോ സാർ. ഓക്കെ, ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. കാരണം ഞാനിത് പല പ്രാവശ്യം ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ളത് കൊണ്ടും സംസാരിച്ചിട്ടുള്ളത് കൊണ്ടും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ താങ്കൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓഡിയോ പ്ലേ ചെയ്യുന്നു, കേട്ടോളൂ. ഇത് താങ്കൾക്കും ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. യൂട്യൂബിൽ ഇത് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇസ്ലാം സുന്നി അഹ്ലു സുന്ന എന്നുള്ള അതിനകത്ത് ഇപ്പൊ ഞാൻ തൽക്കാലം ഇത് പ്ലേ ചെയ്യുന്നത്. അതൊരു ഒരു ഒരു 2 മിനിറ്റത്തെ ക്ലിപ്പ് മാത്രമായതുകൊണ്ട് അത് സെപ്പറേറ്റ് എടുത്തിട്ടേക്കുന്നതാണ്. ഇത് പറയുന്നത് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ ആണ്. ഓക്കെ, കേട്ടോളൂ. Because that's the only language some people understand. Don't come with this nonsense. Because it is not only pathetic nonsense, it is absolutely sinful to say that Allah called someone else to take the appearance
of Nabi Isa alayhi salam. And that innocent man, innocent because he never claimed to be the Messiah, he was crucified. Wait for judgment day with that. Nonsense. Pathetic nonsense. It's not there in the Quran. It's in your imagination. That's why it is. And yet it took the whole of Islam by storm. What a brainwash ummah we are. Well, then what happened? Well, then why don't you go to the Quran? Let the Quran explain rather than go on fancy flights of imagination. You're going to tell Allah on Judgment Day, you caused that man to assume the appearance of someone? And he who never claimed to be the Messiah, he was crucified. That is an act of injustice. You attributing injustice to Allah? What foolishness. But where are the scholars who will correct this foolishness? That's why I have to be so forceful in my language. Allah took his soul. They thought he was dead. They took out the body. They put the body in the cave. They sealed the cave. Allah returned the soul. As simple as that. Nobody knew that the soul was returned. And Allah raised it. But let me warn you one more time. If you stick with this theory of substitution, you are going to be in a pathetic state on Judgment Day. Let me warn you one more time. This is a simple explanation from the ഓക്കെ, അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ അല്ലെ? മനസ്സിലായി സർ. ക്ലിയർ ആണല്ലോ? അതായത് Prophetic ഈ ഖുറാൻ nonsense വായിച്ചു ഇതാണെന്ന് കഴിഞ്ഞാൽ എന്തോ ബ്രദറെ? മനസ്സിലായി സാറേ. യാ അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി എന്ന് പറയുന്നത് അത് എന്താ പറയുക, കംപ്ലീറ്റ് ഫൂളിഷ്നെസ് ആണെന്നുള്ളതാണ് പറയുന്നത്. അത് വെറും നിങ്ങളുടെ ഇമാജിനേഷൻ മാത്രമാണ്, നിങ്ങൾ കൽപ്പിച്ചുണ്ടാക്കിയത് മാത്രമാണ്, നിങ്ങളുടെ തോട്ട്സ് മാത്രമാണ്. അതല്ലാതെ ഖുറാൻ അങ്ങനെ പറയുന്നില്ല. ഖുറാൻ പറയുന്നത് ഈസ വഫാത്തായി എന്നുള്ളതും, രണ്ട് ഈസ ഉയർത്തപ്പെട്ടു അല്ലെങ്കിൽ റാഫി അല്ലെങ്കിൽ റാഫ, അത് വാട്ട് എവർ ഇറ്റ് ബി, ഉയർത്തപ്പെട്ടു എന്നുള്ളതും, മൂന്ന് ഈസ തിരിച്ചു വരൂ എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഒന്ന് ഈസ മരിച്ചു, രണ്ട് ഈസ ഉയർത്തപ്പെട്ടു, മൂന്ന് ഈസ ഇനിയും തിരിച്ചു വരും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ക്രൈസ്തവരുടെ വിശ്വാസം. ഈ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഇനിയും തിരിച്ചു വരും എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് മുഹമ്മദ് ക്രൈസ്തവരെ ഈ വിഷയത്തിൽ എതിർക്കാതെ യഹൂദരെ മാത്രം ഈ വിഷയത്തിൽ എതിർത്തത്. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഖുറാനിൽ പറയുന്നത് യഹൂദരും ക്രൈസ്തവരും അല്ലെങ്കിൽ മുൻ വേദക്കാർ എന്ന് ചേർത്താണ് ഒരുമിച്ചാണ് പറയാറുള്ളത്. ഒരുമിച്ചാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. എക്സാക്ട്ലി, യഹൂദരെയും ക്രൈസ്തവരെയും കൂടെ ചേർത്താണ് പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഈ 4:156 വരുമ്പോഴത്തേക്കും ക്രൈസ്തവരെ അവിടെ ചേർക്കുന്നില്ല, അവിടെ യഹൂദരെ മാത്രമാണ് പറയുന്നത്. അപ്പോ അവിടെ ക്രൈസ്തവരോട് മാത്രം അഡ്രസ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം ഇതാണ്. കാരണം ക്രൈസ്തവർ വിശ്വസിക്കുന്നത് ഈസ മരിച്ചുപോയ ഈസയെ കുറിച്ചല്ല അവർ വിശ്വസിക്കുന്നത്, മരിച്ചു ഉയർത്ത. മനസ്സിലായി സാറേ. ഞാൻ ഇതൊന്ന് ഈ വിഷയം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എടുക്കപ്പെട്ട ഈസയെ കുറിച്ചാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇനിയും തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ. അതേ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാനാണ് ഇവിടെ മുഹമ്മദും ശ്രമിക്കുന്നത്. അപ്പോ എനിവേ, താങ്കൾ ഈ ഖുറാൻ വായിക്കുമ്പോൾ താങ്കൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതിന്റെ പൂർണ്ണത നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഖുറാനിൽ ശകലങ്ങളായിട്ട് ബ്രോക്കൺ പീസസ് ആയിട്ട് കിടക്കുന്ന സ്റ്റോറികൾ, അതിന്റെ ഒറിജിനൽ എവിടെ നിന്നാണെന്നും അത് എങ്ങനെയാണ് ഖുറാനിൽ എത്തപ്പെട്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ശകലങ്ങളായി കിടക്കുന്ന ഖുറാന്റെ എന്താ പറയുന്നേ, ഈ ഖുറാനിൽ കാണുന്ന ഈ ശകലങ്ങളായി കിടക്കുന്ന കഥകൾ, അത് ബൈബിളിൽ അതിന്റെ പൂർണ്ണ രൂപം കാണുമ്പോൾ താങ്കൾക്ക് ഒരു കാര്യം മനസ്സിലാകും, ഏതാണ് വിശ്വസിക്കേണ്ടത് എന്ന്.
നിങ്ങൾ ബൈബിള് പഠിക്കുക, തീർച്ചയായിട്ടും പഠിക്കുക. ഈ റൂമിൽ ഇനിയും വരിക. അടുത്ത പ്രാവശ്യം താങ്കളുമായിട്ട് വീണ്ടും ഓക്കെ സാറേ, ഞാൻ എല്ലാം സംസാരിക്കാം. കൂടുതൽ വായനയിലേക്ക് കടക്കണമെന്നാണ് ഇപ്പൊ എനിക്ക് ബോധ്യപ്പെടുന്നത്. ഞാൻ മാക്സിമം ശ്രമിക്കാം ഒരു മലയാളം പരിഭാഷയും ബൈബിളും ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം സാറേ. ഓക്കെ, ഓക്കെ ഓക്കെ താങ്ക് യു സാറേ. ഒരു കാര്യം താങ്കളോട് ചോദിക്കുന്നു. ഇപ്പോൾ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും എന്റെ സ്വന്തം കയ്യിൽ നിന്ന് ഇട്ട് പറഞ്ഞതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, സ്വന്തം കൈ ഇട്ടെന്നല്ല സാറേ ഞാൻ പറയുന്നത്. ഞങ്ങൾ No, no, no. ഇങ്ങനെ ഈ അല്ലല്ല. അത് ഞാൻ അമ്പത്തി താങ്കൾ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നുള്ള എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട് നിങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ല, മനസ്സിലാക്കി ഇടയ്ക്ക് ബ്രദർ, ഈ ചില പ്രഭാഷണങ്ങളൊക്കെ അവരൊക്കെ കുറെ നമ്പറുകൾ പറയും. അത് കണക്ക് നമുക്കിത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സാറേ, കേട്ടോ. മനസ്സിലായി. അല്ല, ഞാനിപ്പോ താങ്കൾ അങ്ങനെ എന്നെ കുറിച്ച് പറയുന്നു അല്ല എന്നുള്ള സാറേ, അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. സാറ് പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഖുറാനിൽ ഞാൻ വായിച്ചപ്പോഴും അത് കണക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഈ കണക്ട് ചെയ്തെടുത്ത് വായിക്കാറില്ലല്ലോ സാറേ. ഞങ്ങളൊരു മനസ്സിലായി. അധ്യായം എടുത്ത കൂടുതൽ അറബിയിലാണ്. ഈ പരിഭാഷ തന്നെ വല്ലപ്പോഴും എടുക്കും. തഫ്സീറൊക്കെ ബുക്കുണ്ട്, വലിയ ബുക്കുകളാ. അതൊക്കെ വായിക്കാനൊക്കെ പാടാ ഇവിടെ. മനസ്സിലായോ? അപ്പൊ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ ശരിക്കും. മനസ്സിലായി ബ്രദറെ. അല്ല, നമ്മളെ ഞാൻ ചോദിക്കുന്നത് അത്യാവശ്യ എന്താ വെച്ച് കാര്യങ്ങൾ കഴിഞ്ഞാല്, നിസ്കരിക്കത്തെ മനസ്സിലായി ബ്രദറെ. നമ്മളെ നിസ്കാരത്തിന്റെ ആഡം ആണ് ആഡം പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നോണ്ടേ. ആഡം അപ്പം ആ നിസ്കാരത്തിൽ ചൊല്ലുന്നത് ഞങ്ങൾ അതിന്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കി ഞങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. ഇതിലോട്ട് കൂടുതൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായ പരിഭാഷകളെ. അതെ അതെ, മനസ്സിലായി. ഞാൻ ചോദിക്കാൻ കാരണം താങ്കൾ അങ്ങനെ എന്നെ ആക്ഷേപിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഞാനൊന്ന് ജസ്റ്റ് താങ്കൾ അല്ലല്ലല്ല, അത് എങ്ങനെയാണ് ആക്ഷേപിക്കല്ല. മനസ്സിലാക്കിയതെന്ന്. അതായത് യഥാർത്ഥത്തിൽ ഒരു പഠിക്കാനുള്ളൊരു താല്പര്യവും കഴിവുള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ എടുക്കുന്നത്. ആക്ഷേപിക്കാനല്ല. ഞാൻ ഇതിനകത്ത് അല്ലാതെ കുറെ അനാവശ്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ നമ്മള് പിന്നെ താല്പര്യം ഇല്ലാതിരിക്കും. അതാ സാറേ. ഓക്കെ സാറേ, ഇടയ്ക്ക് വരാം. കൂടുതൽ വായനയിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നത് എനിക്ക് തന്നെ ബോധ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരെണ്ണത്തിന് സൗകര്യം ഒരുക്കിയതിന് സാറിന് നന്ദി. ഡെഫിനറ്റ്ലി യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ സാർ. പിന്നെ താങ്കള് വായിക്കണം. ഞാൻ ഒരു കാര്യം താങ്കളോട് പറയാം. താങ്കൾ അതുപോലെ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഇതിനകത്ത് ബ്രദറെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ബ്രദറെ പറയുന്ന ഒരു കാര്യമാണ്, ഇതിനകത്തൊരു തോമസ്, ഒരു തോമസ് ബ്രദറോ അങ്ങനെ ഒരു ബ്രദർ ഉണ്ട്, ഒരു പാട്ട് പാടുന്നതേ. യെസ് പുള്ളിയെ കൊണ്ട് ഇടയ്ക്കൊക്കെ പാട്ടൊക്കെ പഠിക്കണം കേട്ടോ. ഒരു നല്ല പാട്ടുകളൊക്കെ. ഞാനാണ് അന്നൊരു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടാണ്, ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടാ അത്. ഒരു ഞാൻ ഓർക്കുന്നു ക്രിസ്റ്റഫറിന്റെ താങ്കൾ ആണെന്ന് ഒരു പാട്ട് സജസ്റ്റ് അതെ ചെയ്തിരുന്നു. അതെ. അദ്ദേഹം ആ അത് അതെ അതെ. പാടുകയും ചെയ്തിരുന്നു. അതെ ആ അതെ ഞാൻ എപ്പോഴും അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുള്ള വരികളുള്ള ഒരു പാട്ടാ അത്. അത് അതെ ഏത് അതെ മതവിശ്വാസിക്കും ആ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ ഒരു കാരുണ്യവും അനുഗ്രഹവും ഒക്കെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കുന്ന വരികളാണ്. ഓക്കെ. അദ്ദേഹത്തെ ആദം തിരക്കിന്ന് പറഞ്ഞുതരാം. ആ- ഓക്കെ. ആദം ആദം താങ്കളോട് ഒരു ചെറിയ ഒരു ഒരു എന്താ പറയുന്നേ, ഒരു സജഷനും കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ ബ്രദറെ. നമ്മളൊക്കെ ആരായിരുന്നാലും, ക്രൈസ്തവരെന്നോ യഹൂദരെന്നോ അല്ലെങ്കിൽ മുസ്ലിം എന്നോ ഹൈന്ദവനെന്നോ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെന്നോ വിശ്വസിക്കാത്തവനെന്നോ ഉള്ള വ്യത്യാസം ഒന്നും കൂടാതെ ഞാൻ വിശ്വസിക്കുന്നതും സാറേ ബൈബിളിൽ അതൊക്കെ പറയുന്ന. ശരിയാ സാറേ. നമ്മളെല്ലാരും അങ്ങനെ സ്നേഹിക്കുന്നവരാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ പഴയതൊക്കെ വരുമ്പോ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റ് പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ഏത് എടുത്തു നോക്കിയാലും. ഇപ്പൊ റൈറ്റ്. നമ്മളിപ്പോ ഓക്കെ. ഏത് നോക്കിയാലും പണ്ടുള്ള ദൈവങ്ങള് ഇപ്പൊ ഖുർആൻ എടുത്താലും ബൈബിൾ എടുത്താലും ഭഗവത്ഗീത എടുത്താലും ഏതെടുത്താലും അതിനകത്ത് യുദ്ധങ്ങളൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ അതെല്ലാം വാളുപയോഗിച്ചുള്ള യുദ്ധങ്ങളാണ്. ഇപ്പോഴത്തെ തോക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം അന്നത്തെ കാലഘട്ടങ്ങളിൽ യുദ്ധം വാളാണ്. അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പിന്നെ എല്ലാവരെയും സ്നേഹിക്കുക, നന്മ ചെയ്യുക, ആ രീതിയിൽ പോവും. ആരെയും ഉപദ്രവിക്കാതിരിക്കും മനഃപൂർവ്വം. ഒരിക്കലും ജീവിതത്തിൽ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കും. നമ്മൾ മുഖേന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് മാത്രം ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ. വെരി ഗുഡ്. ആഡം, ഞാൻ ഒരു കാര്യം Okay. ഒന്ന് പറഞ്ഞോട്ടെ. ജസ്റ്റ് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അതുകൊണ്ട് പറഞ്ഞു ഞാൻ സാർ. പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ബൈബിളിന് താങ്കൾക്ക് തരാൻ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സകല ലോകത്തെയും സൃഷ്ടിച്ച ദൈവം ബൈബിളിൽ പറയുന്ന അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവാണ്. ഓക്കെ. യേശു ആരാണെന്ന് നമുക്ക് താങ്കൾ ഞങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വേറൊരു ക്ലാസ് ആയിട്ട് അല്ല വേണമെന്നുണ്ടെങ്കിൽ സാർ, താങ്കൾ പറഞ്ഞു തരാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെറും 3-3.5 വർഷം കൊണ്ട് ലോകത്തെ ഇത്രയും മാറ്റിമറിച്ച ഒരു മനുഷ്യനില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നോ ഡൗട്ട്. എന്നാൽ യേശുക്രിസ്തു കാലത്തെ രണ്ടായി കേവലം വിഭജിച്ച ഒരാള്. കാലത്തെ ബ്രദറെ, രണ്ടായി വിഭജിച്ച ജനനം കൊണ്ട്. അതൊക്കെ അറിയാം സാറേ. അത് അബ്സല്യൂട്ട്. അതെ അല്ല, അതെ. ഞങ്ങളുടെ യേശു ഇതിനകത്ത് പറയുന്നുണ്ട് ദൈവം മോജിസത്ത്, അതായത് ദൈവം ഒരു സമുദായത്തിന്റെ മേൽ അത്ഭുത പ്രവൃത്തി കാണിക്കാൻ കഴിവ് കൊടുത്ത രണ്ട് പേരുള്ളൂ. ഞങ്ങളുടെ പ്രവാചകന് പോലും ഇല്ല. അത് ഒന്ന് ഈസാ നബിക്കും 2 മോസസിനുമാണ്. കേൾക്കൂ ബ്രദറെ. ശരി താങ്കളൊന്ന് ശരി. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുക. കേൾക്കൂ. ശരി സാറേ. ഇപ്പോ ഈ ഹലോ ഹലോ സാറേ. താങ്കളെ സ്നേഹിക്കുന്നു. താങ്കളെ
ആഴമായിട്ട് സ്നേഹിക്കുന്നു. ബൈബിളില് ഒരു വേഴ്സ് ഉണ്ട്, യോഹന്നാന്റെ സുവിശേഷം, താങ്കൾ നോക്കിയാൽ മതി, 3:6. സാറേ ഞാൻ ഒരു സെക്കൻഡ്, ആ വേർഡ്സ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ ക്രിസ്ത്യൻ സ്കൂളാണ്. അവിടുത്തെ മതിലിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും. ഞാൻ അതെല്ലാം കാണാതെ ഇങ്ങനെ പഠിക്കും. ലൂക്കോ വെരി ഗുഡ്, അങ്ങനെയുള്ള ഓരോ വചനങ്ങളെ. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയൊക്കെ അതൊക്കെ നല്ല കാര്യങ്ങളാ. വേറെ സ്ഥലത്ത് അങ്ങനെ എഴുതി വെക്കാറില്ല. മതിലില്ലേ നിങ്ങളിങ്ങനെ ആ കോമ്പൗണ്ട് വാള് തീരുന്നിടം വരെയും ഓരോരോ കണ്ണികളില് ഇങ്ങനെ സുവിശേഷങ്ങൾ അടിയിൽ ഏതിന്നാണ്, ലൂക്കോ ആണോ മത്തായി ആണോ, അതൊക്കെ ചിലപ്പോ ഒരു വാക്കായിരിക്കും നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. അബ്സല്യൂട്ട്ലി ബ്രദറെ, ഞാനൊന്ന് ഓക്കെ പറഞ്ഞ് സാറേ, ഓക്കെ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ. ഞാനത് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് ശരി ഇത്രയേ സാർ. ഉള്ളൂ. ബൈബിളിന് താങ്കളോട് തരാനൊരു സന്ദേശമുണ്ട്. അത് ഇതാണ്. ഞാനത് താങ്കൾ പറഞ്ഞോണ്ടൊന്ന് വായിക്കാം. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി സൺ that whoever believes in him should not perish but have eternal life. അപ്പൊ ദൈവത്തിന് ബ്രദറെ കുറിച്ചും എന്നെ കുറിച്ചും സകലമാന ജനതയെ കുറിച്ചുമുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നശിച്ചു പോകരുത് എന്നുള്ളതാണ്. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവ് പുത്രനെ നൽകി തരുന്ന, അല്ലെങ്കിൽ ദൈവം തന്റെ ഏകജാതനെ പുത്രനെ, അതാണ് ക്രിസ്തു, യേശുവിനെ നൽകി തന്ന് അവനിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. ഓക്കെ ബ്രദർ, ഇത് ഒരൊറ്റ വാക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ വരും. കാരണം വെച്ചാൽ ഒരു ഖുറാന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടും. കുറെ ഒരു കൂടെ മിനിറ്റ്. ഇത് പഠിക്കാൻ തീരുമാനിച്ചു. അതെ ബ്രദറെ, അതെ അതെ, ഡെഫിനറ്റ്ലി താങ്കൾ ഓക്കെ, പഠിക്കണം. താങ്കള് പോകുന്നതിന് മുമ്പ് ഞങ്ങള് യുനോ ഇത് താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. വി വിൽ ബി പ്രേയിങ് ഫോർ യു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈബിളിലെ ഒരു കാര്യമുണ്ട്, യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മളെ ലിബറേറ്റ് ചെയ്യുന്നത്, നമ്മളെ സ്വതന്ത്രരാക്കുന്ന ഫാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സത്യം എന്താണോ, സത്യമാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം നൽകി തരുന്നത്. എന്നിട്ട് യേശു പറയുന്നു, ഐ ആം ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അപ്പോ ആ ഒരു തിരിച്ചറിവിലേക്ക് വരാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന് പറയുന്നു. പിന്നെ താങ്കൾ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തോടെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. ഞങ്ങള് പരമാവധി ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു 99% അത് 100% ആകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും വിധത്തില് യുനോ ഏതെങ്കിലും എഴുതാത്ത വാക്കുകൾ പ്രയോഗിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല. മുസ്ലിം സ്കോളേഴ്സ് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളും അതിൽ നിന്ന് വായിക്കുന്നത് മാത്രമാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. അല്ലാതെ ഞങ്ങളുടേതായ രീതിയിൽ ഒരു അപശബ്ദം പോലും അല്ലെങ്കിൽ ഒരു അശ്ലീല ശബ്ദം പോലും ഞങ്ങൾ പറയത്തില്ല. അതാണ് ഞങ്ങളുടെ തീരുമാനം ബ്രദറെ. പക്ഷെ നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് അശ്ലീലമുണ്ട്. ബട്ട് വി കാൻ ഹെൽപ്പ് ദാറ്റ്. അത്ര മാത്രമേ ആ വിഷയത്തിൽ തൽക്കാലം പറയുന്നുള്ളൂ. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ആദം, ഇനി വേറൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം. മറ്റുള്ളവരിലേക്കും കൂടെ പാസ് ഓൺ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സാർ. ആദം പോണേക്കാട്ട് മുമ്പ് ഞാൻ ചാറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ദാരിയാബാദി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ഖുറാൻ. അതായിരിക്കും നിങ്ങൾ വായിക്കേണ്ടത്. ഏറ്റവും ലെസ് കറപ്ഷൻ ഉള്ള ഖുറാനാണ് വെൻ ട്രാൻസ്ലേറ്റഡ് ഫ്രം അറബിക് ടു ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറെ കറപ്ഷൻ കിട്ടും. അപ്പൊ ആ കറപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദാരിയാബാദ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ലിങ്ക് ഇട്ടേക്കുന്നത്. അതിൽ 3:55 എഴുതിയേക്കുന്നത് ലാഹ വിൽ കോസ് ഈസ ടു ഡൈ. അവിടെ ഡൈ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഭേദമായിരിക്കും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ. താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു താങ്ക് യു. താങ്ക് യു. സുനിൽ ഡോക്ടറെ, അതിന്റെ ഒരു ലിങ്ക് എന്റെയും കൂടി ഒരു ബാക്ക് ചാനലിൽ ഒന്ന് ഇട്ടേക്കാവോ? ഒന്ന് ഇട്ടേക്കണേ. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. ഓക്കെ ഓക്കെ. ചാറ്റ് ബോക്സിൽ ഞാൻ ആ 2 ലിങ്ക് ഇട്ടേക്കണത്. ഒരു ലിങ്ക് അറബിക് ആൻഡ് ഇംഗ്ലീഷ് ഉണ്ട്, മറ്റേത് ഇംഗ്ലീഷ് മാത്രം. അതിൽ വളരെ ക്ലിയർ ആയിട്ട് വിൽ കോസ് ഈസ ടു ഡൈ, മരിപ്പിക്കുന്ന എഴുതിയേക്കുന്നത്. ഇത് ഖുറാൻ.com ന്നാണല്ലോ ഇത് കാണിക്കുന്നേ, അതാണോ? രണ്ടും ഉണ്ട് മുകളില്, അതിന്റെ മുകളിൽ വേറെ ഉണ്ട്. ഓക്കെ, ഖുറാൻ.com ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിനകത്ത് ഞാൻ കണ്ടില്ല അതങ്ങനെ. ഇസ്ലാമിക് സ്റ്റഡീസ് സെക്കൻഡ് വൺ. ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടും ഉണ്ട്. ഇപ്പൊ ഇസ്ലാമിക് സ്റ്റഡീസ് .info അത് എടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം കിട്ടും. മറ്റേതിൽ അറബിക്കും ഇംഗ്ലീഷുമാണ് ഈ ഖുറാൻ.com അപ്പൊ അതിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഏതിലായാലും 3:55 വിൽ കോസ് ഈസ ടു ഡൈ. ദർ ഇസ് നോ കറപ്ഷൻ ഇൻ ദാറ്റ് വേർഡ് യൂസ്ഡ്. കിട്ടിയാ? ഓക്കെ, ഇസ്ലാമിക് സ്റ്റഡീസ് info.quran അതാണ് അല്ലേ? islamstudies.info/Quran/English ദാരിയബാദി. അരെ ദാരിയബാദി എവിടുന്ന് എടുത്തോളൂ. ദാരിയബാദി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഏത് വേണമെങ്കിൽ എടുത്തോളൂ. ദാരിയബാദി ഏത് ലിങ്ക് ആയാലും അതിൽ ഇസ്ലാം ഈസ ടു ഡൈ എന്ന് എഴുതുക. അവരൊരിക്കലും സ്ലീപ്പ് എന്ന് എഴുതില്ല, അവർ കവളിപ്പിക്കില്ല. അതെ അതെ, ബേസിക്കലി ഈ മുത്തവാഫിക് എന്നുള്ള പദപ്രയോഗം രണ്ട് വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഖുറാനിൽ അവർ സ്ലീപ്പ് എന്നാ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു ഹാഫ് ട്രൂത്ത് മാത്രമേ ഉള്ളൂ. ബേസിക്കലി അവിടെ ഉപയോഗിക്കേണ്ട പദം സ്ലീപ്പ് അല്ല. ഇപ്പൊ ഡൈ. ഇതാരുടെ ഖുറാനെ കുറിച്ചാ പറഞ്ഞത്? ഇത് ഡൈ എന്നുള്ള വേർഡാണ് അവർ ഉപയോഗിക്കേണ്ടത്. അതെ, ദാരിയബാദി. ദാരിയബാദി. The only Quran you should refer to regarding English translation. ഈ റോബർട്ട് സ്പെൻസറിന്റെ ഏതാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഈ ദാരിയബാദി ബ്രദറെ, ഈ റോബർട്ട് സ്പെൻസറിന്റെ ഖുറാൻ ഞാൻ മേടിച്ചിട്ടുണ്ട്. യുനോ അത് സത്യം പറയാം, ഐ മീൻ ഐ ലവ് ഹിം. ഞാൻ അദ്ദേഹത്തിന്റെ വളരെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഖുറാൻ ട്രാൻസ്ലേഷൻ ഈസ് എക്സ്ട്രീംലി വീക്ക് ആണ്. വീക്ക് എന്ന് മാത്രമല്ല, നമുക്ക് ആ ഖുറാൻ ഉപയോഗിക്കാൻ പറ്റുന്നത് റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കാരണം വെച്ചാൽ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആണ് അദ്ദേഹത്തിന്റെ ഖുറാൻ ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്ന ഫുഡ് നോട്ട്സും. അതിന്റെ നമ്മളിപ്പോ ഒരു സ്റ്റഡി ബൈബിൾ മേടിക്കത്തില്ലേ, സ്റ്റഡി ബൈബിൾ മേടിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ഈ എന്താ പറയുന്നത്, ദ ക്രിട്ടിക്കൽ ഖുറാൻ, റോബർട്ട് സ്പെൻസറിന്റെ ക്രിട്ടിക്കൽ ഖുറാൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഖുറാൻ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് വൈറ്റ് വാഷ്ഡ്. Okay, you can refer to Daryabadi. It is a Islamic book. It is not a Christian book, or Jewish book, Jewish author or Christian author അല്ല. It is purely Islamic author തന്നെയാണ് ചെയ്തേക്കുന്നത് ട്രാൻസ്ലേഷൻ. അപ്പൊ you can refer this. ഇപ്പൊ I waited for about 45 to 1 hour just to tell this. Instead of him going and purchasing വേറെ books, വേറെ translations, go directly to the Islamic translation. Indian. ഓക്കെ ഓക്കെ, ഡോക്ടർ സുനിൽ, ഈ എൻ്റെ നമ്മുടെ സ്പെൻസറിന്റെ ഖുറാൻ ഉണ്ട് കേട്ടോ. ഞാനത് മേടിച്ചായിരുന്നേ. ഞാൻ മേടിച്ചത്, ഞാനത് വായിക്കാം, അതിനകത്തുള്ളത് ഞാൻ വായിക്കാം. When Allah said, അതില് 3:55 എന്താ എഴുതിയേക്കണത്? അതാ ഞാൻ വായിക്കുന്നത്. 3:55 വായിക്കുന്നത്. When Allah said, "Oh Jesus, indeed I am gathering you and causing you to ascend to me." കണ്ടോ, ഞാൻ നിന്നെ എന്നിലേക്ക് ചേർക്കുകയും എന്നിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഈവൻ ഫർദർ വൈറ്റ് വാഷ്ഡ് എന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മളുടെ ഒരു ക്രിട്ടിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈവൻ വേഴ്സ്. ആ ട്രാൻസ്ലേഷൻ ഒട്ടും അറബിയുമായിട്ട് നീതി പുലർത്താത്തതാണത്. മുത്തവാഫിക് എന്നുള്ളതിന്റെ അർത്ഥം ഗ്യാദർ എന്നുള്ളതേ അല്ല. ഇനി ബ്രദർ ഒന്ന് ദാരിയബദി ഒന്ന് വായിച്ചേൻ 3:55. ഓക്കെ, എനിക്ക് ഒരു മിനിറ്റ് ഡോക്ടർ, അത് ഒന്നുകൂടി ഒന്ന് പറയാവോ? ഞാൻ അത് എങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഓക്കെ, www.islamic ലിങ്ക് ഉണ്ട്. അല്ലല്ല, അതിൽ നിന്ന് എനിക്കത് പ്രസ് ചെയ്തിട്ട് കിട്ടുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ ലാപ്ടോപ്പിൽ മനസ്സിലായി. ലാപ്ടോപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇസ്ലാമിക് സ്റ്റഡീസ് .info /Quran /English okay /Daryabadi. അത് കഴിഞ്ഞിട്ട് .htm. ഓക്കെ, കിട്ടിയില്ലേ? ഓപ്പൺ ആവുന്നു.
അപ്പൊ അതിൽ 3:55 കേൾവിക്കാർക്കൊന്ന് വായിക്കൂ, ബിക്കോസ് ദേ ഷുഡ് നോ ദി ഒറിജിനൽ ആക്ച്വൽ ട്രാൻസ്ലേഷൻ. ഓക്കെ. ഓക്കെ ബ്രദർ, ഇതിനകത്ത് ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റഡീസ് ഇൻഫർമേഷൻ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. 3:55 ഓപ്പൺ ആയിട്ടില്ല. അല്ല, സൂറ 3:55 ബൈ ദാരിയാബാദി. അങ്ങനെ നോക്കട്ടെ. യെസ്, കിട്ടി. ആ. ആം, ഇതിനകത്ത് ഉം, ഇനി 3 അവർ എഴുതുന്നത് 00 ആണ്. അല്ല സോറി, 3 എഴുതുന്നത് വേറെ രീതിയിലാണ്. 55 00. ഓക്കെ. 3 ഇതിനകത്ത് ബ്രദറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടി കേട്ടോ. ഇതിനകത്ത് സാഫി കസ്കാസ് അദ്ദേഹത്തിന്റെ കൂടെ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കും. ഞാൻ ദാരിയാബാദിയിൽ അടിച്ചപ്പോ ഇതാ വന്നത്. എനിവേ നോക്കാം, ഞാൻ വായിക്കാം. ഗോഡ് സെഡ്, ഇവിടെ ഗോഡ് എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ, അള്ളയല്ല. ഇൻട്രസ്റ്റിംഗ്. God said, Jesus, I will cause you to die and raise you up to me and purify you. ക്ലിയർ ആയില്ലേ? ഡൈ. പക്ഷെ ഇത് ദാരിയബാദി അല്ല, ഇത് സാഫി കസ്കാസിന്റെ ആണ്. ഗോഡ് സെഡ് ജീസസ് ഐ വിൽ കോസ് യു ടു ഡൈ. ഓക്കെ. ഇനി വേറെ ഒരെണ്ണം കിടക്കുന്നത് മുഹമ്മദ് ആസാദിന്റെ കിടക്കുന്നത് ലോ ഗോഡ് സെഡ് ഓ ജീസസ് വെരിലി ഐ ഷാൽ കോസ് ദീ ടു ഡൈ. ഓ മൈ ഗാഡ്, ഇതിപ്പോ ദാരിയബാദ് മാത്രമല്ല കേട്ടോ, പല ട്രാൻസ്ലേഷനും ഉണ്ട്. മുഹമ്മദ് ആസാദ് ഹി സേസ് ദ സെയിം തിങ്, ഐ ഷാൽ കോസ് യു ദീ ടു ഡൈ. പിന്നെ സാഫി കസ്കാസ് പറയുന്നത് ഗോഡ് സെഡ് ജീസസ് ഐ വിൽ കോസ് യു ടു ഡൈ. ഓക്കെ, ലെറ്റ് മീ സീ വേറെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. മൈ ഗുഡ്നസ്, ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ 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 ഓക്കെ. ഇവരൊക്കെ വായിക്കുന്നത് കറപ്റ്റഡ് ഖുറാനാണ്. അതാണ് ഇഷ്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ ഖുറാനിൽ സ്റ്റോണിങ് ഓഫ് ദി അഡൾട്ടറിയിൽ ഇല്ല, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഇല്ല. അപ്പൊ അവിടെ തന്നെ കറപ്ഷൻ. ഹോൾ ഖുറാൻ ഇറ്റ്സെൽഫ്, ദി അറബിക് ഖുറാൻ ഇസ് കറപ്റ്റഡ്. അപ്പൊ ഈ ട്രാൻസ്ലേഷനിൽ കറപ്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദാരിയബാദി വായിക്കുന്നത്. ഓക്കെ. ഇത് ദാരിയബാദി മാത്രമല്ല കേട്ടോ. ഇനിയിപ്പൊ വഹാദുദ്ദീൻ ഖാന്റെ ട്രാൻസ്ലേഷൻ കേൾക്കൂ. വഹാദുദ്ദീൻ ഖാൻ, ഗോഡ് സെഡ് ഓ ജീസസ് ഐ ഷാൽ കോസ് യു ടു ഡൈ ആൻഡ് വിൽ റൈസ് യു ടു മീ. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ. ഇനി ഷക്കീറിന്റെ ട്രാൻസ്ലേഷൻ കേക്ക്, അനദർ വൺ. ഓക്കെ, ഷക്കീറിന്റെ ട്രാൻസ്ലേഷൻ. ആൻഡ് വെൻ അള്ളാ സെഡ് ഓ ഈസ ഐ ആം ഗോയിങ് ടു terminate the period of your stay on earth and cause you to ascend. Interesting. Oh my God. ഓക്കെ. ഈ ടി ബി ഇർവിങ്ങിന്റെ ട്രാൻസ്ലേഷൻ നമ്മുടെ സ്പെൻസറിന്റെ ട്രാൻസ്ലേഷൻ പോലെയാണ്. ജീസസ് ഐ ഷാൽ ഗ്യാദർ യു അപ്പ് എന്നുള്ള ആ ഒരു ട്രാൻസ്ലേഷൻ. പിന്നെ വേറെ ആരാ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, വേറൊരു ട്രാൻസ്ലേഷൻ കേൾക്കൂ. തലാൽ ഇത്താനി ആൻഡ് എ ഐ എന്ന് പറഞ്ഞിട്ട് വരണം. അത് എഴുതിയിരിക്കുന്നത് ഗോഡ് സെഡ് ഓ ജീസസ് ഐ ആം കൺക്ലൂഡിങ് യുവർ ലൈഫ് elevating to myself എന്നുള്ളത്. യെസ്, അതാണ്. വേറൊരെണ്ണം കേൾക്കൂ. ഐ ആം ടെർമിനേറ്റിംഗ് യുവർ ലൈഫ്. അത് വേറൊരെണ്ണം. ഐ ആം കൺക്ലൂഡിങ് യുവർ ലൈഫ്, ഐ ആം ടെർമിനേറ്റിംഗ് യുവർ ലൈഫ്. പിന്നെ ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, യാ. ഓക്കെ, ഷബീർ അഹമ്മദിന്റെ കേൾക്കൂ. ഓ ജീസസ് ഐ വിൽ കോസ് യു ടു ഡൈ ഓഫ് നാച്ചുറൽ കോസസ്. ഓക്കെ, മൈ ഗുഡ്നസ്. ഓക്കെ, ഇനി ഒരു മോണോത്തിയസ് ഗ്രൂപ്പിന്റെ ഒരു 2011 എഡിഷന്റെ ഒരു ഖുറാനില് ഗോഡ് സെഡ് ഓ ജീസസ് ഐ വിൽ ലെറ്റ് യു ഡൈ ആൻഡ് റൈസ് യു ടു മീ. ഓക്കെ, my goodness, ഇത് lot of Quran translations say I will let you die, I will let you die, I will let you die. Okay,
വാവ്, ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഇനി മൗലാന മുഹമ്മദ് അലി, ഓക്കെ, ഒരു ട്രാൻസ്ലേഷൻ വേറെ ഒരെണ്ണം. മൗലാന മുഹമ്മദ് അലിയുടെ വെൻ അള്ളാഹ് സെഡ് ഓ ജീസസ് ഐ വിൽ കോസ് thee ടു ഡൈ ആൻഡ് exalt thee in my presence. വേറൊരു ട്രാൻസ്ലേഷൻ മുഹമ്മദ് അഹമ്മദ് സമീറ ആൻഡ് സമീറ, എനിക്കൊന്ന് 3 പേരാന്ന് തോന്നുന്നു. വെൻ ഗോഡ് സെഡ് യു ജീസസ് ഐ ആം മേക്കിംഗ് യു ഡൈ ആൻഡ് റേസിംഗ് യു ടു മീ. ബ്രദർ ഇനി കണ്ടുപിടിക്കേണ്ടത് ഏതെങ്കിലും മലയാളം ട്രാൻസ്ലേഷനില് ഈസേനെ മരിപ്പിച്ചു എന്നുള്ള സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന്. ബിക്കോസ് വാട്ട് വി സീ ഇൻ മലയാളം ട്രാൻസ്ലേഷൻ ഇസ് ഫുൾ കറപ്ഷൻ. അപ്പൊ ഏതെങ്കിലും മലയാളത്തിൽ ഉണ്ടോന്ന്, ഓർ എനി അതർ ലാംഗ്വേജ് അതർ ദൻ ഇംഗ്ലീഷ് വേർ ഇറ്റ് ഇസ് മെൻഷൻഡ് ഈസ ഈസ് കോസ് ടു ഡൈ, വിൽ ബി പുട്ട് ടു ഡെത്ത്. ഓക്കെ ഓക്കെ, സുനിൽ ഡോക്ടറെ, എനിക്ക് മലയാളത്തിന്റെ വിഷയത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഉള്ളത്. ഇവിടെ എഴുതിയിരിക്കുന്നത് പൂർണ്ണമായും ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഈ പൂർണ്ണമായും ഏറ്റെടുത്തു എന്ന് പറയുന്നത് കറപ്റ്റഡ് ആണെന്ന് പറയാൻ എക്സാക്ട്ലി നമുക്ക് പറ്റത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പൂർണ്ണമായും ഏറ്റെടുത്തു എന്നുള്ള പദപ്രയോഗം ഇബിൻ കത്തീറും അതുപോലെ തന്നെ അങ്ങനെ പല അംഗീകരിക്കപ്പെട്ട അവരും പറയുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കണം മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ പൂർണ്ണമായും ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഉസ്താദാവാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, അത് ഈ മരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഒരു ക്രിസ്തീയ ലോകത്ത് പറയത്തില്ലേ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അതിനകത്ത് മരണം എന്നുള്ള ഒരു പദപ്രയോഗം ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നിദ്ര പ്രാപിച്ചു, ഇങ്ങനെ 3 ഇത് മാത്രമേ ഉള്ളൂ, ശബ്ദം മാത്രമാണ് അവിടെ മെയിൻ ആയിട്ട് കാണുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് മരണം എന്നില്ല. അപ്പൊ പക്ഷെ ഏതൊരു വ്യക്തിക്കും അറിയാം എന്താണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാം. അതിന്റെ ക്ലിയർ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു എന്ന് തന്നെയാണെന്ന് ഒരു സംശയം ഇല്ലാതെ പറയാം. അതുപോലെ പ്രയോഗിക്കുന്ന പദപ്രയോഗമാണ് അള്ളാഹുവിലേക്ക് ഏറ്റെടുത്തു എന്ന് പറയുന്ന പദപ്രയോഗം എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ബ്രദറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്നോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതിനു മുമ്പ് ഈ മുത്തവാഫിക് എന്നുള്ളതിനെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഓക്കെ, ഇത് മലയാളത്തിൽ അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ഏറ്റെടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലൊക്കെ മരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ചില ആഴ്ചകളായി. എനിവേ, അപ്പോ നമുക്ക് ആ ഒരു വാക്ക് കറപ്റ്റഡ് ആണെന്ന് പറയണ്ട, പക്ഷെ ഡെഫിനറ്റ്ലി അവർ അതിനെ മിസ്കോട്ട് ചെയ്യുന്നുണ്ട്. അതിന് പൊതുവായിട്ടുള്ള മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥ തന്നെയാണ്. എനിവേ, പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന ബ്രദറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഒരു ജെന്യുവിൻ ആയിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ഹേയ് ജോയ്, ഹൗ ആർ യു? താങ്കളുടെ ഇത് സോറി, എക്കിം ബ്രദറിന്റെ കോൺവെർസേഷൻ ഞാൻ ഇന്ററപ്റ്റ് ചെയ്തു. ഞാൻ ജർമ്മൻ ട്രാൻസ്ലേഷൻ നോക്കുകയായിരുന്നു. ഞാൻ ജർമ്മൻ ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ ജർമ്മൻ ട്രാൻസ്ലേഷനിൽ ഓ ജീസസ് സീഹ ഇഷ്വിൽ ദിഷ് ഫെർഷൈഡൻ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫെർഷൈഡൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്റ്റെർബൻ, അതായത് പാസ്ഡ് അവേ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഇക്വലന്റ് യൂസേജ് ആണത്. അത് മരണം എന്ന് പറയുന്നില്ല, പാസ്ഡ് അവേ ആണ്. ആ പാസ്ഡ് അവേനെ ആവാം ഒരു പക്ഷെങ്കിൽ അവര് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു അല്ലെ നീങ്ങിപ്പോയി എന്നൊക്കെയുള്ള രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജർമ്മൻ 2 ട്രാൻസ്ലേഷൻ നോക്കുമ്പോഴും ആ സെയിം വാക്ക് സ്റ്റെർബൻ എന്നുള്ള വാക്കാണ് സാധാരണ നമ്മൾ മരണത്തിന് ഉപയോഗിക്കുന്നത്. സ്റ്റെർബൻ, അതിന് പകരം ഫെർഷൈഡൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാസ്ഡ് അവേ, സെയിം മീനിങ് ആണ്. അത് കുറച്ചുകൂടെ ഫോർമൽ ആയിട്ട് പറയുന്ന ഒരു എക്സാക്ട്ലി. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം ഉണ്ട്, എക്സ്പയർഡ് എന്ന് പറയും. എക്സ്പയർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഉപയോഗിക്കുന്നത് നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് ഹീസ് എക്സ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, ഹീസ് നോ മോർ. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വേറൊരു പദപ്രയോഗമാണ് നോ മോർ എന്നുള്ളത്. ഹീസ് നോ മോർ, ഹീസ് എക്സ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതൊരു മെഡിസിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ ഒരു പീരിയഡ് കഴിഞ്ഞു, അല്ലെങ്കിൽ ദ മെഡിസിൻ ഗോട്ട് എക്സ്പയർഡ് എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം. കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ മരിച്ചു എന്നുള്ള എക്സാക്ട് വേർഡ് ഇല്ലെങ്കിലും വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡെത്ത് ആണ്
പറഞ്ഞേക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളത്. സോ ജോയ്, ജർമ്മൻ ഭാഷയിലും താങ്കൾ അതിന്റെ ഒരു ഉദാഹരണം കാണിച്ചു തന്നതിന് ഒത്തിരി നന്ദി. ദ ബെസ്റ്റ് തിങ് ഞാൻ മനസ്സിലാക്കുന്നത്, ഡോക്ടർ സുനില് ഒരു ഐ വിൽ കോസ് യു ടു ഡൈ എന്ന് തന്നെ ക്ലിയർ ആയിട്ട് ഡെത്ത് എന്ന് പരാമർശിച്ചിരിക്കുന്ന ആ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പരിഭാഷ കൊണ്ടുവന്നത് ദാറ്റ് ഈസ് ഈവൺ ബെറ്റർ. കാരണം ബാക്കിയുള്ളതെല്ലാം അതിന്റെ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങുമ്പോൾ അത് ഡയറക്റ്റ് വേർഡ്സ് ആണ്. ദാറ്റ്സ് ടു ദി പോയിന്റ്. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു ഡോക്ടർ സുനിൽ, ആൻഡ് ഡെഫിനറ്റ്ലി താങ്ക് യു ബ്രദർ ജോയ്. താങ്ക് യു ഫോർ കമ്മിങ് അപ്പ് ആൻഡ് ഷെയറിംഗ് ഇറ്റ്. മേ ബി ഒരു വാക്കുകൂടെ ഞാൻ പറയും. ഇപ്പം ജർമ്മൻ ട്രാൻസ്ലേഷനിൽ നമ്മൾ മരിപ്പിക്കുക എന്നുള്ളതിനൊരു വാക്ക് നമുക്ക് ഷെർബൻ സാധാരണ ഉപയോഗിക്കാറില്ല. മരിപ്പിക്കാൻ പറ്റില്ല, മരിക്കാനേ പറ്റുള്ളൂ. അപ്പം മരിപ്പിക്കാനായിട്ടാണ് അവൻ പാസ്ഡ് അവേ, അല്ലെങ്കിൽ അവനെ സെപ്പറേറ്റ് ചെയ്തു, അവനെ തിരികെ വിളിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മള് കൊല്ലുക എന്നുള്ള രീതിയിലല്ല, അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ള രീതിയിൽ ആ വാക്ക് എഴുതണം. അപ്പം അതുകൊണ്ടാവാം ഒരുപക്ഷെ അവര് തർജ്ജമ ചെയ്തിരിക്കുന്നത്. മേ ബി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മാത്രം വന്ന ഒരു അബദ്ധമല്ല, മറ്റു ഭാഷകളിലും ഇതേ സെയിം മീനിങ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണിക്കാനായിട്ട് യൂസ് ചെയ്തത്. എക്സലന്റ്, എക്സലന്റ്, വെരി ഗുഡ്. നല്ല ഡിസ്കഷൻ ആയിരുന്നു. മറ്റുള്ള സഹോദരങ്ങൾക്കും ഐ മീൻസ് ഓഡിയൻസിലുള്ളവർക്കും ഇത് ഉപകാരപ്രദമായി എന്ന് ചിന്തിക്കുന്നു. നമുക്ക് ആ സഹോദരന് വേണ്ടിയും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് പഠിക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹം ഓപ്പൺ ആയിട്ട് സംസാരിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ലെറ്റ്സ് സീ, വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മറ്റുള്ളവരിലേക്കും കൂടെ പോകുന്നേ. ഓക്കെ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ് വിക്കു ബ്രദർ. ഒരുപാട് ക്ഷമ താങ്കൾക്ക് ദൈവം തന്നിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത് ഒരു ഇമാമിന്റെ പ്രസംഗം കേൾപ്പിച്ചല്ലോ, യേശുക്രിസ്തുവിനെ പറ്റി. ഈസാ നബി മരിച്ചിട്ടില്ല, കൊന്നിട്ടില്ല, വേറൊരാളെ പകരം ക്രൂശിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും മോശമായ രീതിയിലാണ് അദ്ദേഹം അവര് ഈ വിഡ്ഢികളാണ്, ദോഷന്മാരാണ്, ബുദ്ധിയില്ലാത്തവരാണ്, അത് ഭയങ്കര തെറ്റാണ് അങ്ങനെ പറയുന്നത്. പറയുന്നവരെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. സോ ഐ തിങ്ക് ദാറ്റ് ഹിറ്റ് ഹാർഡ്. ആ ഒരു കാര്യം ആദമിന് നന്നായിട്ട് മനസ്സിലാക്കിക്കാൻ സഹായിച്ചിട്ടുണ്ടാവും. കാരണം ഒരു ഇമാമാണത് പറയുന്നത്. അതിന്റെ അർത്ഥം ഇമാം ഈ പറഞ്ഞതുപോലെ ഖുറാനിൽ എഴുതിയിരിക്കുന്ന വാക്കുകളെ ഇവരർത്ഥം മാറ്റി മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി. പക്ഷെ ഇമാമിന് ഒരു പ്രശ്നം, ഇദ്ദേഹം ഇക്കാര്യം മനസ്സിലാക്കി, പക്ഷേ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും എല്ലാം കൊല്ലാൻ പറഞ്ഞ കാര്യത്തെയൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ, അതുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറ്റ്ലീസ്റ്റ് പക്ഷെ ഈ കാര്യത്തിലെങ്കിലും ഒരു ക്ലാരിറ്റി അദ്ദേഹം വരുത്തി. അതിന് ദൈവത്തിനെ സ്തുതിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ നീണ്ട ഒരു ക്ലാസ് ആയിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഒരു പോയിന്റിൽ എത്തിച്ചേർക്കാൻ വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഇക്കു ബ്രദറിന് കഴിഞ്ഞു. മാത്രമല്ല ആ പയ്യനും അത്രയും സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധ തിരിഞ്ഞു പോയെങ്കിലും കേൾക്കാനും ഇരുന്നു. പക്ഷെ അവസാനം ഇമാമിന്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ പുള്ളി ഒന്നും തിരിച്ചൊന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ ഒരു നല്ല വിജയം, സ്വയം ഇത് വായിക്കാനും ഇങ്ങനെ ഇത്ര വിശദമായിട്ട് ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ ഇത്ര സീരിയസ് ആയിട്ട് ഇതൊക്കെ വായിച്ച് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള ഒരു ത്വര മനസ്സിൽ വരികയും ഞാനിതും വിശദമായിട്ട് പഠിക്കണമെന്നൊരാഗ്രഹം അയാളില് ഉളവാക്കാൻ ബ്രദറിന് കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഞങ്ങൾ കേട്ടിരിക്കുന്നവർക്കും പല വാക്കുകളുടെയും അർത്ഥവ്യത്യാസം വരുത്തി മുസ്ലിങ്ങളെ ഇത്രയും കാലം സക്കീർ നായിക്കും ഇങ്ങനെയുള്ളവരൊക്കെ കളിപ്പിക്കുകയായിരുന്നു. ശരിയായ അർത്ഥം ഇബ്ൻ കത്തീറിന്റെ തഫ്സീറിലൊക്കെ ഉണ്ട്. ക്രിസ്തു മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ തഫ്സീറിൽ അന്നത്തെ കാലത്ത് എഴുതി വെച്ചതെല്ലാം മറച്ചു വെച്ചുകൊണ്ട്
മുസ്ലിം സമൂഹത്തെ ഇവര് കളിപ്പിക്കുകയായിരുന്നു, അവരെ ഏമാത്തുകയായിരുന്നു, അവരെ ഫൂളാക്കുകയായിരുന്നു, അവരെ വഞ്ചിക്കുകയായിരുന്നു. ഇന്ന് ഏതൊരു മുസ്ലിം വിശ്വാസിയോടും ചോദിച്ചാൽ പ്രവാചകനെ കൊല്ലുകയോ അതല്ല, അള്ളാഹു അങ്ങ് ഉയർത്തിക്കൊണ്ടുപോയി എന്നേ അവർ പറയത്തുള്ളൂ. കാരണം എന്താണ്? ഇവിടുത്തെ ഈ ഇമാമുകളും MM അക്ബറിനെ, സക്കീർ നായിക്കിനെ പോലെയുള്ള ആളുകളും ചെയ്ത ഒരു പണിയാണത്. അപ്പോൾ ഈ വഞ്ചിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ കണ്ണുകൾ തുറക്കട്ടെ, അവർ പഠിക്കട്ടെ, അർത്ഥങ്ങൾ മനസ്സിലാക്കട്ടെ. ആ ഇമാം ഹുസൈൻ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണത് പറഞ്ഞത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിശ്വാസത്യാഗി എന്ന് പറഞ്ഞ് മറ്റുള്ളവര് പുറത്താക്കാത്തത്? നല്ല വയസ്സുള്ള ഒരു 90 വയസ്സ്